ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഞാൻ മുഹ്സിൻ റഷീദ് ഫ്രം കാലിക്കറ്റ്. ഇത് ഈ ചാനൽ എന്ന് പറയുന്നത് എഡ്യൂക്കേഷണൽ പർപ്പസിലുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എഡ്യൂക്കേഷണൽ പർപ്പസിലുള്ള കോൾസ് ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ യൂട്യൂബ് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ നമ്മൾ കോൾസ് തരുന്ന സമയത്ത് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് അത് എങ്ങനെ എടുക്കണം എന്നുള്ള ബേസ് ഐഡിയ ഇല്ല. അതുപോലെ തന്നെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടും ട്രേഡ് ചെയ്തുകൊണ്ടും ഒരുപാട് ആളുകൾ നഷ്ടങ്ങൾ വരുത്തി വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? 2000 മുതൽ 2024 വരെ. അപ്പൊ തീർച്ചയായും നമ്മൾ പഠിക്കുന്നത് വിവിധ പുസ്തകങ്ങളിലൂടെയാണ്. അതുപോലെ തന്നെ വിവിധ യൂട്യൂബ് ഇൻഫർമേഷൻ ചാനലുകളിലൂടെയാണ്. അപ്പൊ അതൊന്നും പഠിച്ചുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തിൽ നിന്ന് ഞാനും പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്കതൊന്നും വർക്കായിട്ടുണ്ടായിരുന്നില്ല. അത് റിയാലിറ്റിയാണ്. അപ്പൊ ഇതിന്റെ ബേസ് എവിടെയാണ്? നോർത്ത് ഇന്ത്യയിലാണെന്നും അത് അവിടെയാണ് നല്ല നല്ല കണ്ടന്റുകൾ കിട്ടുക, ഇൻസ്റ്റിറ്റ്യൂഷണൽ കണ്ടന്റ് കിട്ടുക. അത് നമ്മൾക്ക് ഭാഷകളും മറ്റുള്ള കാര്യങ്ങളും അറിയുന്ന സാമ്പത്തികമായിട്ട് ഇതൊക്കെ ഉള്ള ആളുകൾ, കാരണം ഇത് ലോകത്തിലെ ഏറ്റവും വലിയ ബിസിനസ്സാണ്. ലോകത്തിലെ ഏറ്റവും വലിയ റിച്ചസ്റ്റ് ആയ ആളുകൾ വർക്ക് ചെയ്യുന്ന സ്ഥലമാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ നമുക്ക് ഏറ്റവും കൂടുതൽ റിട്ടേൺ കിട്ടുക എവിടെയാ? ഇൻവെസ്റ്റ്മെന്റിലാണ്. ഏറ്റവും കൂടുതൽ ട്രേഡ് ചെയ്യുന്ന ആളുകളാണ് നമ്മുടെ കേരളത്തിലുള്ളത്. അപ്പൊ ട്രേഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ലോകത്തുള്ള സകല പുസ്തകം വായിച്ചിട്ട് കാര്യമില്ല, യൂട്യൂബ് കണ്ടിട്ട് കാര്യമില്ല. കാരണം അതൊക്കെ ബേസ് ഇൻഫർമേഷൻ ആണ്. മറിച്ച് നമുക്ക് ചാർട്ടിൽ വർക്ക് ആവുന്ന ടെക്നിക്കൽ അനാലിസിസ് പഠിച്ചാൽ മാത്രമേ നമുക്ക് ട്രേഡിംഗിൽ സക്സസ് ആവാൻ പറ്റുള്ളൂ അല്ലെ? അതിന്റെ ബേസ് ഫോമാണ് നമ്മൾ അഞ്ചാമത്തെ വീഡിയോയിൽ പറഞ്ഞത്. അപ്പൊ എല്ലാ പുതിയ സുഹൃത്തുക്കളും അത് നിർബന്ധമായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. കുറച്ച് ലെങ്തി ആണ്. പക്ഷെ നമ്മൾ മുമ്പ് പോസ്റ്റും കാര്യങ്ങളും എല്ലാം തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് ഇത് ഒഴിവാക്കിയത്? കാരണം നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഇതിന്റെ ബാക്കിൽ എന്താണ് നടക്കുന്നത്, തീർച്ചയായിട്ടും നമ്മൾ അധ്വാനിച്ച പൈസ കൊണ്ട് ഇതിന്റെ ബാക്കിൽ എന്താണ് നടക്കുന്നത് അറിയാതെ നമ്മുടെ അക്കൗണ്ടിൽ സ്റ്റോക്കുകൾ എടുത്ത് വെച്ചുകൊണ്ട് നഷ്ടം വരുന്നതുകൊണ്ടാണ് നമ്മൾ അതൊക്കെ നിർത്തിയത്. അതൊക്കെ മുമ്പോട്ടുണ്ടാവും തീർച്ചയായിട്ടും. പക്ഷെ നിങ്ങൾ ആദ്യം മാക്സിമം നമ്മുടെ വീഡിയോസ് കണ്ടുകൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ ബേസ് ഇൻഫർമേഷൻ പഠിക്കുക. അതിനുശേഷം നിങ്ങൾ ഭാഷകൾ അറിയാവുന്ന ആളാണെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ കുറച്ച് എക്സ്പെൻസീവ് ആണ്. എങ്കിൽ കൂടെ നല്ല കണ്ടന്റുകൾ പഠിക്കാം. മാർക്കറ്റിനെ ഡെഡിക്കേറ്റഡ് ആയിട്ട് കാണുന്ന, മാർക്കറ്റ് പ്രൊഫഷണൽ ആയിട്ട് കാണുന്ന ആളുകളൊക്കെ ഉണ്ട് അല്ലെ? പൈസ വേണ്ടാത്ത ഇപ്പൊ ആർക്കാ? നമ്മളെല്ലാം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നെട്ടോട്ട് ഓടുന്നത് എന്തിനാണ്? പൈസക്ക് വേണ്ടിയിട്ടാണ് അല്ലെ? അപ്പൊ ഇത്രയും കണ്ടന്റുകൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരു ലാപ്ടോപ്പും കുറച്ച് പൈസ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇരുന്ന് പൈസ ഉണ്ടാക്കാം. ഒരു സംശയമില്ല അതിൽ. അതിന് ഒരുപാട് സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അല്ലെ? ഇന്നെന്താണ്? ഇപ്പൊ നമ്മൾ വന്നിരിക്കുന്നത് ലൈവ് മാർക്കറ്റിലാണ്. ഞാൻ ട്രേഡ് ചെയ്യുന്നത് സെറോദയിലാണ്. അപ്പൊ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുത്തിയിരുന്ന് ചെയ്യണം? ഒരിക്കലും ഇല്ല. ഇൻവെസ്റ്റ്മെന്റിനും ടെൻഷനില്ല, ട്രേഡിങ്ങിനും ടെൻഷനില്ല. നമ്മുടെ ടെൻഷൻ എന്താണ്? നമുക്ക് ഡയറക്ഷൻ അറിയാത്തതിന്റെ ഒരു വെപ്രാളമാണ്. എങ്ങനെ ട്രേഡ് ചെയ്യണം? എങ്ങനെ ട്രേഡ് എടുക്കണം? ഏത് രീതിയിലാണ് അത് കൊണ്ടു നടക്കേണ്ടതെന്നുള്ളൊരു ഒരു ബോധ്യം നമുക്കില്ല അല്ലെ? അപ്പൊ തീർച്ചയായിട്ടും സുഹൃത്തുക്കളെ, ട്രേഡിങ്ങും ഇൻവെസ്റ്റ്മെന്റും നമ്മൾ വ്യക്തിപരമായിട്ട് സ്ട്രെസ് എടുത്ത് ടെൻഷൻ അടിച്ച് ഓർഗൻസ് അടിച്ച് കളയേണ്ട കാര്യമില്ല. അതിന്റേതായ രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ് ട്രേഡിംഗ്. ഇൻവെസ്റ്റ്മെന്റും വളരെ സിമ്പിൾ ആണ്. അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. പക്ഷെ അതിന് കുറച്ച് ബേസ് ഫോർമേഷൻ പഠിക്കണം. എന്താണ് ഇതെന്ന്, ആരാണ് ഇത് എഴുതി വെച്ചെന്നുള്ള ചാർലീസ് ദൗത്തിയെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. നാലാമത്തെ വീഡിയോയിൽ അല്ലെ? അതാണ് ഗ്രാൻഡ് ഫാദർ. അപ്പൊ എല്ലാ മേഖലയിലും ഒരു ഗ്രാൻഡ് ഫാദർ ഉണ്ടാവും. അതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? ചാർലീസ് ഡവ് തിയറിയിൽ 3 ഡിഗ്രി ഉണ്ട്. ടെക്നിക്കൽ ചാർട്ട് ഫണ്ടമെന്റലിലൂടെ സ്മാർട്ട് മണിയുടെ ചാർട്ട് നോക്കണമെങ്കിൽ 3 ഡിഗ്രി ഉണ്ട്. ഒന്നാമത്തെ എന്താണ്? പ്രീമിയം പ്രൈസ് ആക്ഷൻ ആണ്. അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതിലെന്ന് പറയുന്നത് സ്മാർട്ട് മണിയുടെ കാൻഡിൽസിനെ കുറിച്ചാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. 1000 കോടി മുതൽ എന്താ പറയാ 5000 കോടി രൂപയുടെ ഒരു കാൻഡിൽസ് വരും അല്ലെ സ്റ്റോക്സിൽ. പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? തീർച്ചയായിട്ടും ഞാനതൊന്ന് റീക്യാപ്പ് ചെയ്യാം. ഇതെന്തിനാണ്? നിങ്ങൾ നോട്ട് എഴുതി വെക്കുക. നല്ല രീതിയിൽ ബേസിക് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ മുമ്പോട്ട് ഞാൻ തരുന്ന ഈ ഗ്രൂപ്പിലൂടെ നമ്മൾ മിക്സിംഗ് കോൾ ഇടും. അതുപോലെ തന്നെ വാട്സാപ്പ് ഗ്രൂപ്പിൽ വേണ്ടിയവർക്ക് വാട്സാപ്പ് ഗ്രൂപ്പിൽ വരാം. പക്ഷെ നിങ്ങൾക്ക് ട്രേഡ് ചെയ്ത് പൈസ ഉണ്ടാക്കണമെങ്കിലും മാർക്കറ്റിനെ കുറിച്ച് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിലൊക്കെ സുഹൃത്തുക്കളെ, നമ്മളാലാവുന്ന മാക്സിമം അറിവ് നമ്മൾ നിങ്ങൾക്ക് തരാം. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് പഠിക്കണം. അവിടെ നിങ്ങൾ സമയം നോക്കരുത് സുഹൃത്തുക്കളെ, ദയവ് ചെയ്തിട്ട്. കാരണം എന്താണ്? നമുക്കൊരു കാര്യം പറയുമ്പോൾ അതിന്റെ പൂർണ്ണതയിലെത്തണം. അല്ലാതെ ആ പകുതി വെച്ച് മുറിച്ച് കളഞ്ഞാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടില്ല, എനിക്ക് ഉപകാരപ്പെടില്ല. അപ്പൊ മാർക്കറ്റിന് താല്പര്യമുള്ള, നമ്മളെ ഈ മാർക്കറ്റിനെ ഇഷ്ടപ്പെടുന്ന, മാർക്കറ്റ് കൊണ്ട് രക്ഷപ്പെടണം ധരിക്കുന്ന എല്ലാ സുഹൃത്തുക്കളും കംപ്ലീറ്റ് വീഡിയോസ് കാണാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ ജോലി ചെയ്യുന്ന പ്രവാസി ആയിക്കോട്ടെ, 18ഉം 20ഉം മണിക്കൂർ ജോലി ചെയ്യുന്നുണ്ട് അല്ലെ? നമ്മൾ സ്ക്രീൻഷോട്ട് ഇടുന്നുണ്ട്. ഇവിടെ എന്താണ്? തീർച്ചയായിട്ടും അതിന് പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ലോകത്ത് പ്രവാസി ആയിക്കോട്ടെ, അതുപോലെ യൂറോപ്പിലായിക്കോട്ടെ, യുഎസിലായിക്കോട്ടെ, നിങ്ങളോട് 100% കോൺഫിഡൻസ് പറയാം. നിങ്ങളുടെ എല്ലാ ഫ്രീ ടൈമും നിങ്ങൾ മാർക്കറ്റിലേക്ക് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പൈസ കിട്ടുന്നത് പഠിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റിലാണ്. നമുക്കത് കിട്ടാത്തത് എന്തുകൊണ്ടാണ്? നമ്മൾ ഫണ്ടമെന്റലിലൂടെയും പുസ്തകങ്ങളിലൂടെയും ബേസിക് ഇൻഫർമേഷൻ പഠിച്ചുകൊണ്ട് മാത്രം ചെയ്യുന്നതുകൊണ്ടാണ് അല്ലെ? അവിടെ അനാവശ്യ സമയങ്ങളാണ് നമ്മൾ അവിടെ വേസ്റ്റ് ചെയ്യുന്നത്. നമ്മുടെ സ്ട്രെസ്, നമ്മുടെ പണം എവിടെയാ പോകുന്നത്? നമ്മൾ ആ സേവ് ചെയ്ത പണം, അതായത് പഠനത്തിന് സേവ് ചെയ്ത പണം, നല്ല കണ്ടന്റുകൾ എവിടുന്നായാലും പഠിക്കുക സുഹൃത്തുക്കളെ.
അപ്പൊ ആ പഠനത്തിന് സേവ് ചെയ്ത് നമ്മളെ യുക്തി കൊണ്ട് ആലോചിച്ച് കഴിഞ്ഞാൽ ആ പഠനത്തിന് നമ്മളിവിടെ സേവ് ചെയ്തിട്ട് നമ്മൾ ആ പണം എന്ത് ചെയ്യാണ് മാർക്കറ്റ് കൊണ്ടുപോയി കളയുക. ഒരുപക്ഷെ ആ സമയം സേവ് ചെയ്തിട്ട് ആ പണം മാർക്കറ്റ് കൊണ്ടുപോയി കളയാണ്. മാർക്കറ്റ് എന്ന് പറയുന്നത് കൺഫ്യൂഷൻ ആവാൻ എങ്ങോട്ടും പോകണ്ട. 100,000 കാര്യങ്ങളുണ്ട് അല്ലെ? ആളുകൾ സംസാരിച്ച് നമ്മളെ കൺഫ്യൂഷൻ. അപ്പൊ നിങ്ങൾ ഡയറക്ഷൻ പിടിക്കുക. പിടിച്ചതിന് ശേഷം അതിന്റെ ഡയറക്ഷൻ ആണ് ഇവിടെ തരുന്നത്. അത് സമയം എടുത്തുകൊണ്ട് കണ്ടുകൊണ്ട് നല്ല രീതിയിൽ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരു കണ്ടന്റ് ഭൂമിയിൽ ഒന്നേ ഉള്ളൂ. അത് നിങ്ങൾക്ക് നോർത്ത് ഇന്ത്യയിൽ കിട്ടും. എവിടെ പോയാലും ശരി. ആ കണ്ടന്റുകൾ ഡയറക്ഷനിൽ പ്രോപ്പർ അതിന്റെ ബേസ് നിങ്ങൾക്ക് ഇവിടെ തരും. കണ്ടന്റ് നിങ്ങൾ എവിടുന്ന് വെച്ചാൽ പഠിക്കുക. പഠിച്ച് ആ ഡയറക്ഷൻ പിടിച്ച് പോയി കഴിഞ്ഞാണ്ടല്ലോ. പിന്നെ നിങ്ങൾ അപ്പുറം നോക്കണ്ട, ഇപ്പുറം നോക്കണ്ട. ആവശ്യമില്ലാത്ത പുസ്തകങ്ങൾ എന്റെ ഒരുപാട് സ്റ്റുഡൻസ് ഗ്രൂപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു. ടൈം വേസ്റ്റ് ചെയ്യൽ ഇത് പറഞ്ഞു തന്ന് അതായത് നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞു തരുമ്പോൾ അതിന്റെ ബേസ് ഫോം കൂടെ പറഞ്ഞു തരണം. 250 പുസ്തകവും ഏകദേശം ലക്ഷക്കണക്കിന് രൂപ അദ്ദേഹം ചെലവാക്കിയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് എന്താ പറയാ ഈ ഡയറക്ഷൻ പിടിക്കാൻ പറ്റിയില്ല. അപ്പൊ നമ്മുടെ യൂട്യൂബ് ഇൻഫർമേഷൻ കണ്ട് അദ്ദേഹത്തിന് അത് ഉപകാരപ്പെട്ടു. ഒരു ഐഡിയ വന്നു എന്ന് പറയുമ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. അപ്പൊ ദയവായി നിങ്ങൾ കേൾക്കുക. ക്ഷമ കൊണ്ട് നടക്കുക. ടൈം നിർബന്ധമാണ്. മാർക്കറ്റ് ടൈം കൊടുക്കണം. കാരണം പൈസ ഉണ്ടാക്കണമെങ്കിൽ ടൈം കൊടുക്കണം. ഏറ്റവും കൂടുതൽ പൈസ കിട്ടുന്നത് മാർക്കറ്റിലാണ്. അത് ഇൻവെസ്റ്റ്മെന്റിലാണ്. അതുപോലെ തന്നെ ട്രേഡിംഗ് കിട്ടും. അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് ട്രേഡിംഗ് ആണ് ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്യുന്നത്. കാരണം പെട്ടെന്ന് പൈസ വേണം അല്ലെ? അപ്പൊ പെട്ടെന്ന് പൈസ കിട്ടണമെങ്കിൽ നിങ്ങൾ മൂല്യമുള്ള കണ്ടന്റുകൾ പഠിച്ച് ചാർട്ട് പ്രാക്ടീസ് ചെയ്താൽ മതി. വേറെ ഒന്നും ചെയ്യണ്ട. അത് വളരെ സിമ്പിൾ ആണ്. ആ സിംപ്ലിസിറ്റിയിലേക്ക് നമ്മൾ കൊണ്ടുവരും. ഓക്കെ. അപ്പൊ നമ്മൾ ആദ്യം ഫേസ്ബുക്കിലോട്ടൊന്ന് പോവാണ്. ഇത് വെറുതെ നിങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്യല്ല. തീർച്ചയായിട്ടും ഇത്രയും കാര്യങ്ങളായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൽ നമ്മൾ പബ്ലിക് മാർക്കറ്റ് പഠിച്ചു. മനുഷ്യന് ആവശ്യമുള്ള സംഗതികളാണ് കമ്പനി ചെയ്യുന്ന ബിസിനസ് എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ നമുക്ക് സേഫ് ആയിട്ട് പോവാം. ഇത് ലീഗലാണ്. എൻഎസ്സി അതാരോ സുഹൃത്തുക്കൾ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഈ പറയുന്നതെന്ന് പറഞ്ഞാൽ പലതരം ആളുകളുണ്ട്. ഇപ്പോൾ ടെക്നിക്കലെ കുറിച്ച് അതിന്റെ ബോധ്യം വരാത്ത ആളുകളുണ്ട്. അതുപോലെ തന്നെ ഇത് മാർക്കറ്റ് ലീഗൽ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് 100% ലീഗലാണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അണ്ടറിൽ നടക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ഇതെല്ലാം സെബി രജിസ്റ്റേർഡ് ബ്രോക്കറാണ്. ഓക്കെ. സെബി എന്ന് പറയുന്നത് അതായത് സെക്യൂരിറ്റി ബോർഡ് ഓഫ് ഇന്ത്യയാണ്. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് എന്തുണ്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസും റെഗുലേറ്ററി ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം ലീഗലാണ്. അപ്പോൾ നമ്മൾ വാങ്ങുന്ന സ്റ്റോക്കുകൾ ബ്രോക്കർ ലീഗലാണ്. പിന്നെ നമ്മൾ വാങ്ങുന്ന സ്റ്റോക്കുകൾ സെൻട്രൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കയ്യിലാണ് ഉണ്ടാവുക. അതായത് NSDL-ഉം CDSL-ഉം അതെല്ലാം സെൻട്രൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അണ്ടറിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതിനെപ്പറ്റിയൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. തുടക്കക്കാരായ ആളുകൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് പോവുക. പിന്നീട് നിങ്ങൾക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സുഹൃത്തുക്കളെ നമ്മൾ പണം സ്വരൂപിച്ചിട്ട് അനാവശ്യ കാര്യങ്ങളിൽ പഠിക്കാതെ കൊണ്ടുപോയി പുസ്തകങ്ങൾ വായിച്ചു തലച്ചോറ് കിളിപോയി. കാരണം പുസ്തകങ്ങൾ എന്ന് പറഞ്ഞാൽ ബേസ് ഇൻഫർമേഷൻ ആണ്. യൂട്യൂബ് ബേസ് ഉണ്ട്. അതൊന്നും പഠിച്ചുകൊണ്ട് കോപ്പി പേസ്റ്റ് ചെയ്ത് ട്രേഡ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ സീരിയസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം വെച്ചാൽ നമ്മുടെ പണം 20% ഇൻവെസ്റ്റ് ചെയ്യുക. അത് നിങ്ങൾക്ക് ഞാൻ ആ സ്റ്റോക്കിന്റെ കാര്യം ഞാൻ മുമ്പോട്ട് പറഞ്ഞു തരുന്നുണ്ട്. രണ്ടാമത്തേന്ന് പറയുന്നത് ട്രേഡിംഗ് എന്ന് പറയുന്നത് നിങ്ങൾ പണം സ്വരൂപിച്ചിട്ട് ആദ്യം എവിടെന്നെങ്കിലും നല്ല കണ്ടന്റ് പഠിക്കുക. അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് പതിയെ പതിയെ സിംപ്ലിസിറ്റിയിൽ ഗ്രോ ആവുക. സ്റ്റോക്കുകളിൽ ഗ്രോ ആവുക. ക്യാൻഡൽസിനെ കുറിച്ച് മാത്രം പഠിച്ചാൽ മതി. 100% നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ. അപ്പൊ എല്ലാത്തിനും സമയം എടുക്കും. ജസ്റ്റ് ഒന്ന് ഇത് ചെയ്യുക. അപ്പൊ ഇതൊക്കെ ലീഗലാണ്. ഞാൻ ടങ് സ്ലിപ്പ് ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക കേട്ടോ. ഞാൻ ചില സമയത്ത് റീവാച്ച് ചെയ്യുന്ന സമയത്ത് ടങ് സ്ലിപ്പ് വരാറുണ്ട്. അപ്പൊ അത് നിങ്ങൾ മിസ് ചെയ്യേണ്ട. കാരണം നമ്മൾ ഫ്ലോയിൽ പറഞ്ഞു വരിക. ഇതൊന്നും സ്ക്രിപ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു വരുന്നതല്ല. നമ്മൾ പഠിച്ച കാര്യങ്ങൾ പറഞ്ഞു വരികയാണ്. അപ്പോൾ ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു ഇതെല്ലാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ കഴിഞ്ഞാൽ ഈ പ്രീമിയം ട്രാൻസാക്ഷനിലാണ് നമുക്ക് ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ചും ട്രേഡിങ്ങിനെ കുറിച്ചും പ്രോപ്പർ പ്രീമിയം എഡ്യൂക്കേഷൻ വരുന്നത്. അതിൽ ഞാൻ നിങ്ങളോട് പ്രീമിയം ഇൻവെസ്റ്റ്മെന്റ് കഥ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ട്രേഡിങ്ങിന്റെ കഥയിലോട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ ട്രേഡ് നടക്കപ്പെടുന്ന മാർക്കറ്റാണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ. അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചോ. പിന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയ ബ്രോക്കർ സെറോദയാണ്. ബ്രോക്കർ അക്കൗണ്ട് എടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മളിവിടെ ഓപ്ഷന്റെ ഓപ്ഷന്റെ തീറ്റ ഗാമ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് യൂട്യൂബ് കിട്ടും. നമ്മളിവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. അത് മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്തുകൊണ്ട് പോവുക. അതുപോലെ തന്നെ ബ്രോക്കർ അക്കൗണ്ട് എങ്ങനെയാണ് തുറക്കേണ്ടത് അത് നിങ്ങൾക്ക് യൂട്യൂബ് കാണാൻ പറ്റും. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് സെക്കൻഡറി മാർക്കറ്റ് പറഞ്ഞു. അവിടെ IPO മാത്രമേ നടക്കുള്ളൂ. ടൈമിംഗ് പറഞ്ഞു. ഇനി നമ്മുടെ പോയിന്റിലേക്കാണ് വരുന്നത്. ഹൗ ടു മേക്ക് മണി ഫ്രം മാർക്കറ്റ്. അതിൽ നമ്മൾ വൃത്തിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഒന്നാമത്തെ എന്താണ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. അപ്പൊ ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയ വീഡിയോ ചെയ്തതാണ്. ഇനി അതിന്റെ നമ്മളൊരു എന്ത് നോക്കാം അതിന്റെ വർക്ക് പ്രോസസ്സ് അതായത് നിങ്ങൾ മാർക്കറ്റിൽ വരുന്ന സമയത്ത് വെറുതെ അനാവശ്യമായ പുസ്തകങ്ങളും കാര്യങ്ങളും പഠിച്ച് കൺഫ്യൂഷൻ ആവണ്ട. നിങ്ങൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ഇൻഫർമേഷൻ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടെ നിന്ന് വെച്ചാൽ പഠിക്കുക. പക്ഷെ ആ ഒരൊറ്റ ഡയറക്ഷൻ പിടിച്ചാൽ മതി. ഓക്കെ. ആ ഡയറക്ഷനിലേക്ക് കൊണ്ട് എത്തിക്കുക എന്നുള്ളതാണ്. ബാക്കി നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. മാർക്കറ്റ് എന്ന ലോകസമ്പന്നരുടെ ബിസിനസ്സിൽ വിജയിക്കാൻ നല്ല പഠനവും പരിശീലനവും ആവശ്യമാണ്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത് നോട്ട് എഴുതി വെച്ചാൽ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. സമ്പന്നരുടെ സ്ഥലമായ മാർക്കറ്റിനെ കുറിച്ച് ടൈം മണി എന്നിങ്ങനെ ഇമോഷൻ ഒഴിവാക്കിക്കൊണ്ട് മാർക്കറ്റിന്റെ ശരിയായ പ്രവർത്തന രീതികളെ കുറിച്ച് നല്ല വിദ്യാഭ്യാസം നേടിയ ശേഷം ഫണ്ടമെന്റൽ എഡ്യൂക്കേഷൻ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക സുഹൃത്തുക്കളെ.
വളരെ വ്യക്തമായിട്ട് വിവരിക്കുന്നു. നമ്മൾ പബ്ലിക് മാർക്കറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ പ്രൊഡക്റ്റ് 20 വർഷമായിരിക്കണം പബ്ലിക് മാർക്കറ്റിലുള്ളതായിരിക്കും. അതൊക്കെ ഫണ്ടമെന്റൽ എഡ്യൂക്കേഷനാണ്. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ ന്യൂസ്, റിസൾട്ട് ഇതൊക്കെ ഫണ്ടമെന്റൽ എഡ്യൂക്കേഷനിൽ പാർട്ടിൽ വരുന്നതാണ്. ഓക്കെ. ടെക്നിക്കലി അതുമായിട്ട് ഒരു ബന്ധവുമില്ല. അതിനൊക്കെ കൺവേർട്ട് ചെയ്യുന്നതിനാണ് ടെക്നിക്കൽ എന്ന് പറയുക. അപ്പൊ നമുക്ക് ട്രേഡ് ചെയ്യണമെങ്കിൽ നിർബന്ധമായും നിങ്ങൾ ഏതാ ഉപയോഗിക്കേണ്ടത്? ടെക്നിക്കലാണ്. ഇപ്പൊ ലോകത്തിൽ ഞാൻ പറഞ്ഞു ഗ്രാൻഡ് ഫാദർ എഴുതി വെച്ച് പോയതാണ്. അപ്പൊ അവര് ഫണ്ടമെന്റൽ മാത്രം വെച്ചാ പോരെ? ഒരിക്കലുമല്ല. അപ്പൊ രണ്ടിനും രണ്ട് പർപ്പസാണ്, രണ്ട് ഉപയോഗമാണ്. അപ്പൊ ടെക്നിക്കലാണ് നമുക്ക് കോംപ്ലിക്കേറ്റഡ് ആയി തോന്നുന്നത്. പക്ഷെ ഭൂമിയിൽ ഏറ്റവും വലിയ കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങളിങ്ങനെ കറങ്ങിപ്പോകുന്നത്, ലോകത്തുള്ള സകല ന്യൂസും പുസ്തകങ്ങളും യൂട്യൂബ് വീഡിയോസും വായിച്ച് നിങ്ങളുടെ സമയം കളയാണ്. ഇത് വളരെ സിമ്പിൾ ആണ്. അതിനൊക്കെ കൺവേർട്ട് ചെയ്യുന്ന കാൻഡൽസ് പഠിച്ചു കഴിഞ്ഞാൽ ആ പ്രശ്നം അവിടെ കഴിഞ്ഞു. അപ്പൊ നമുക്ക് കോംപ്ലിക്കേഷൻ ആയിട്ട് തോന്നുന്നത് അതായത് മാർക്കറ്റിന് ഏറ്റവും വലിയ കോംപ്ലിക്കേഷൻ ഫണ്ടമെന്റൽ ആണ്. നിങ്ങൾക്ക് തോന്നുന്നത് എന്താണ്? ആ ഫണ്ടമെന്റൽ ആണ് ഈസി ആയിട്ട് തോന്നുന്നത്. ടെക്നിക്കലാണ് കോംപ്ലിക്കേറ്റഡ് ആയി തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ടെക്നിക്കല് എല്ലാ ബേസ് ഫോം പഠിപ്പിച്ചു തരാമെന്ന് പ്രോമിസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. അപ്പൊ ആ ഓർഡർ ബേസ് പഠിച്ച് ബാക്കിയുള്ള നിങ്ങൾ ത്രെഡ് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അവിടെ നിന്ന് മുമ്പോട്ട് പോകാൻ പറ്റും. അങ്ങനെ പിടിച്ച ആളുകൾ നമ്മളോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അവര് ലോകത്തുള്ള സകല ഫീസും കൊടുത്ത് വലിയ വലിയ പുസ്തകങ്ങൾ മേടിച്ച് വെച്ചിട്ട് അവസാനം എന്റെ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് അദ്ദേഹത്തിന് ആ കറക്റ്റ് പോയിന്റ് വന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് എന്താ വേണ്ടത്? ട്രേഡർ എന്ന നിലയിൽ ഒരു സ്റ്റോക്ക് ബൈ ചെയ്യണം. അത് നമ്മൾ മുമ്പോട്ട് കാണിച്ചത് ഒന്നുമില്ല. നിങ്ങൾ 15 മിനിറ്റ്സിലോ അല്ലെ 1 അവറിലോ ഡേയിലോ സ്വിങ്ങിന് ബൈ ചെയ്യണം. അതിന്റെ കാൻഡിൽസ് കൺഫർമേഷൻ ക്യാൻഡിൽ കണ്ടു കഴിഞ്ഞാൽ ഗ്രീൻ ക്യാൻഡിൽ അതിനെ കുറിച്ച് നമ്മൾ 5-ാമത്തെ വീഡിയോ പഠിച്ചിട്ടുണ്ട്. അത് വാങ്ങിച്ചു വെച്ച് 5 ദിവസം കഴിഞ്ഞാൽ വിൽക്കണം ടാർഗറ്റിൽ അല്ലെ? ഇനി പാറ്റേൺസിന്റെ മുകളിൽ എടുക്കുകയാണെങ്കിൽ 10 ദിവസം കഴിഞ്ഞാൽ ടാർഗറ്റിൽ വിൽക്കണം അല്ലെ? ക്ലിയർ അല്ലേ? ഇനി അഡീഷണൽ ഇൻഡിക്കേറ്റേഴ്സ് വെച്ചുകൊണ്ട് നോക്കിക്കൊണ്ട് നമ്മൾ അതിന്റെ സപ്പോർട്ട് കൂടി എടുക്കും. വെറും ക്യാൻഡൽസ് അല്ല, വോളിയം നോക്കും, സപ്പോർട്ട് റെസിസ്റ്റൻസ് നോക്കും, അതുപോലെ തന്നെ പാറ്റേൺസ് നോക്കും, RSI ഡൈവർജൻ നോക്കും, മറ്റേ ഗോൾഡൻ റേഷ്യോ നോക്കും, മൂവിംഗ് ആവറേജിന്റെ ക്രോസ് ഓവർ നോക്കും. അതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. അത് നിങ്ങൾ ഒരൊറ്റ ഷോട്ടിൽ എവിടെ നിങ്ങൾ പഠിച്ച് വീഡിയോ ആയിട്ട് പഠിക്കണം. പുസ്തകത്തിൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഒന്നാമത് സംശയം തിരിച്ചു ചോദിക്കാൻ പറ്റില്ല. രണ്ടാമതെന്ന് പറഞ്ഞാൽ പ്രീമിയം കണ്ടന്റ് ഒരിക്കലും നമുക്ക് പുസ്തകത്തിൽ കിട്ടില്ല. അത് ഞാൻ ഗ്യാരണ്ടി പറഞ്ഞുതരാം. അത് നമ്മൾ കണ്ടന്റുകൾ വീഡിയോസ് ആയിട്ട് എടുത്ത് എവിടുന്നാ വെച്ചാൽ പഠിക്കുക. ഏതെങ്കിലും ഒരാൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്നിട്ട് അവരോട് സംശയങ്ങൾ ചോദിച്ച് അതൊരു മാസം കൊണ്ട് നോട്ട് എഴുതി പഠിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. അപ്പൊ നമ്മൾ ജോലി കുറച്ച് കേൾക്കും, ജോലിക്ക് പോകും, അത് മറന്നു പോകും, വേറെ പ്രശ്നങ്ങളാവും. ലൈഫിൽ ഒരുപാട് തിരക്കുണ്ട്. ഇതൊക്കെ എന്തിനാണ്? പൈസക്ക് വേണ്ടിയിട്ടുള്ള തിരക്കാ. അപ്പൊ ആ തിരക്കൊക്കെ മാറ്റി വെച്ച് നിങ്ങൾ ഒരു പ്രാവശ്യം ഇവിടെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ വിഷമങ്ങളും തീരും. സ്വിംഗ് ട്രേഡ് ചെയ്താൽ മതി. ഇൻവെസ്റ്റ്മെന്റ് സ്വിംഗ് ട്രേഡ്, അത് പ്രീമിയം ലാർജ് ക്യാപ് സ്റ്റോക്ക് ചെയ്താൽ നമ്മുടെ പ്രശ്നങ്ങൾ അവിടെ കഴിഞ്ഞു. അപ്പൊ നമ്മൾ യുക്തി കൊണ്ട് ചിന്തിക്കുക സുഹൃത്തുക്കളെ. ഇവിടെ എന്താ നമ്മൾ പറഞ്ഞു വന്നേ? ഓക്കെ. ഈ ഫണ്ടമെന്റൽ നോക്കിക്കൊണ്ട് ഇൻവെസ്റ്റ് മാത്രമേ ചെയ്യാവുള്ളൂ. ട്രേഡിംഗ് ടെക്നിക്കൽ നോക്കിക്കൊണ്ട് ട്രേഡ് മാത്രമേ ചെയ്യാവുള്ളൂ. മൂന്നാമത്തെ, ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് ധൃതിയാണ്. നമുക്ക് സ്വാഭാവികമായിട്ടും നിങ്ങൾ ചെയ്യുന്ന ജോലി ഇപ്പം അക്കൗണ്ടിംഗ് ആണെങ്കിൽ നിങ്ങൾ അതിന് വർഷങ്ങളോളം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ജോലിക്ക് ഇന്റർവ്യൂവിന് നമ്മൾ അലഞ്ഞു നടന്നിട്ടുണ്ട്. അത് കിട്ടുമ്പോൾ സമയം എടുത്തിട്ടുണ്ട് അല്ലേ? അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു. അതേസമയത്ത് നമ്മൾ ഡോക്ടർ ആണെങ്കിൽ 5 വർഷത്തോളം +2 വരെ പഠിച്ചു. അവിടുന്ന് 5 വർഷത്തോളം വേറെ ഇതിനു വേണ്ടി പഠിച്ചു. പ്രാക്ടീസ് ചെയ്യുന്നു. നമുക്കറിയാം. അതെന്താ നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് പെർമനന്റ് ജോലിയാണ്. ഡോക്ടറാണെന്ന് പറയുമ്പോൾ ഒരു സമൂഹത്തിൽ പദവിയുണ്ട്. പക്ഷേ സ്റ്റോക്ക് ട്രേഡിങ്ങിന്റെ പൈസയോ ആ ഇൻവെസ്റ്റ്മെന്റ് പൈസയോ ആ സ്റ്റോക്ക് ട്രേഡ് ലോകത്ത് മാർക്കറ്റിലുള്ള പൈസയോ നമുക്കറിയില്ല. കാരണം നമുക്ക് അതിനെക്കുറിച്ച് അറിയില്ല. അപ്പൊ അത് പറഞ്ഞു തരാന്നുള്ളതാണ്. അതിന്റെ രുചി പിടിച്ചു കഴിഞ്ഞാൽ സഹോദരങ്ങളെ, ലോകത്തുള്ള ഒരു പ്രൊഫഷനും എല്ലാം ബാക്കിലാണ്. അത് കഴിഞ്ഞിട്ടാണ് ട്രേഡർ. ട്രേഡർ എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്ന ട്രെൻഡ് ഫണ്ടമെന്റലിലൂടെ കിളി പോയിട്ട്, അതായത് ഈ ട്രേഡ് ചെയ്ത് പൈസ നഷ്ടപ്പെട്ട് അവരുടെ കിളി പോയിട്ട് അവർ ലോകം മുഴുവൻ ഇങ്ങനെ പറഞ്ഞു നടക്കുന്നതാണ് നമ്മുടെ ഔട്ട് ഓഫ് മാർക്കറ്റുള്ള സുഹൃത്തുക്കൾ കാണുന്നത്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അയ്യോ ഫ്യൂച്ചർ ഓപ്ഷൻസ് ട്രേഡ് ചെയ്തു. ഇവരെന്ത് ചെയ്യുന്നു? അതായത് ഞാനിപ്പോ എനിക്ക് ലോസ് ആണെങ്കിൽ ഞാൻ എന്താ എല്ലാവരോടും പറയാ? അത് മനുഷ്യന്റെ സൈക്കോളജിയാണ്. എനിക്ക് ലോസ് വന്നു, മാർക്കറ്റ് ശരിയല്ല, അത് ശരിയല്ല, ഇത് ശരിയല്ല എന്ന്. പക്ഷെ സത്യത്തിൽ ഇവിടെ ഇത് പഠിച്ചൊക്കെ ചെയ്യണം എന്നുള്ള ആരും നിങ്ങളോട് പറഞ്ഞു തരുന്നില്ല. അപ്പൊ പഠിച്ചു കഴിഞ്ഞാൽ ഇത് ലോകത്തിലെ ഏറ്റവും വലിയ പ്രൊഫഷണൽ ജോബാണ്. സമ്പന്നര് വർക്ക് ചെയ്യുന്ന സ്ഥലമാണ്. ഇവിടെ പോകുമ്പോൾ നമ്മുടെ ഒരു കോമൺ സെൻസ് വെച്ചുകൊണ്ട് നമ്മൾ പഠിച്ചുകൊണ്ട് അവരെ കൂടെ ചെയ്യണം അല്ലെ? അതൊരു കോമൺ സെൻസ് അല്ലേ? സമയം എടുത്തുകൊണ്ട് പരിശീലിക്കും. പഠിക്കണം. കാര്യങ്ങൾ വിദ്യാഭ്യാസം വേണം. രണ്ടാമത്തെ പരിശീലിക്കണം. ഓക്കെ. മറ്റുള്ള എല്ലാ ജോലികളെ പോലെ നിങ്ങൾ എന്തിനാണ് മാർക്കറ്റിങ്ങിനെ കാണുന്നത് എനിക്കൊരു മനസ്സിലാകുന്നില്ല. കാരണം നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾ അങ്ങനെ അവരുടെ വീഡിയോസ് ചിലപ്പോൾ അങ്ങനെ പറഞ്ഞത് കൊണ്ടായിരിക്കും നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുള്ളൂ. മാർക്കറ്റ് വളരെ സിമ്പിൾ ആണ്. ആ സിംപിൾസിറ്റി പഠിച്ചെടുത്താൽ മതി. പ്രശ്നം കഴിഞ്ഞല്ലോ. പക്ഷെ നമുക്ക് ജോലി അക്കൗണ്ടിങ് നമ്മൾ പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് കിട്ടിയാണ്. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഏതൊരു ജോലി ആയിക്കോട്ടെ, അക്കൗണ്ടിങ് ആയിക്കോട്ടെ, മറ്റുള്ള എന്താ പറയാ, ഏത് തരം ജോലി ആയിക്കോട്ടെ, ഡോക്ടർ ആയിക്കോട്ടെ, എഞ്ചിനീയർ ആയിക്കോട്ടെ, വക്കീലായിക്കോട്ടെ, അതൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു. മാർക്കറ്റ് എന്തുകൊണ്ട് സുഹൃത്തുക്കളെ അങ്ങനെ? നമ്മൾ ആ പഠിച്ചതിന്റെ മോശമാണത്. ബേസ് പഠിച്ചതിന്റെ മോശമാണത്. കാരണം ഏതൊരു പൈസ ഉണ്ടാക്കുന്ന മേഖലയിലും കഠിനാധ്വാനമുണ്ട്. പക്ഷെ ഇത് വളരെ സിമ്പിൾ ആണെന്ന് നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾക്ക് ഞാൻ സ്ക്രീൻഷോട്ട് വരെ ഇട്ട് തന്നു അല്ലേ? നമ്മള് കോൾസ് തരാറുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ സിമ്പിൾ ആയിട്ട് പഠിച്ചതാ. നമ്മളങ്ങനെ യുക്തി കൊണ്ട് അങ്ങനെ ആക്കിയെടുക്കുക. അപ്പൊ ദയവേറ്റ് ഇതുപോലെ ചെയ്യുക. അപ്പൊ സമയം എടുത്തുകൊണ്ട്
ചിട്ടയോടെ സ്ഥിരമായുള്ള പ്രവർത്തനം. മനസ്സിലാവുന്നുണ്ടോ? സ്ഥിരമായി പ്രവർത്തിക്കുക, വിജയം ഉറപ്പാണ്. നിങ്ങൾക്ക് ഇൻവെസ്റ്റേഴ്സിന് ഒരു സ്ട്രക്ചർ വേണം, അതുപോലെ തന്നെ ട്രേഡേഴ്സിന് ഒരു സ്ട്രക്ചർ വേണം. ഇൻവെസ്റ്റേഴ്സിന് എന്തുകൊണ്ടാണ് സ്ട്രക്ചർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുക ഇത് SIP-യിലാണ്. ഓക്കെ, SIP-യിലാണ് ചെയ്യുക. അതുകൊണ്ടാണ് നമ്മൾ ലംസമായിട്ട് ചെയ്യരുതെന്ന് പറയുന്നത്. ഇപ്പൊ ഇൻ കേസ് നിങ്ങളിവിടെ 10 ലക്ഷം രൂപ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തു ഡിവിഡൻഡിന് വേണ്ടിയിട്ട്, അത് നേരെ 50% കറക്ഷനിൽ വരും. അപ്പൊ അതാവും 5 ലക്ഷം ആവും. അപ്പൊ നമുക്കൊരു മണി ഇമോഷൻ വരും. അപ്പൊ നമ്മൾ SIP ചെയ്യുമ്പോൾ അതിപ്പോ 2000 ആയിക്കോട്ടെ, 1000 റുപ്യ, 500 റുപ്യ ആയിക്കോട്ടെ, 1000 റുപ്യ ആയിക്കോട്ടെ, 2000 റുപ്യ ആയിക്കോട്ടെ, 20,000 ആയിക്കോട്ടെ, 2 ലക്ഷം ആയിക്കോട്ടെ, അത് നമ്മൾ എന്ത് ചെയ്യുക? SIP ആയിട്ട് ചെയ്യുക. ഓക്കെ, അത് ശ്രദ്ധിക്കുക. സാധാരണ ജോലിക്കൊക്കെ പോയിട്ട് ഇൻട്രസ്റ്റഡ് ആയിട്ട് വരും, ജോലിക്കൊക്കെ പോയിട്ട് വയ്യ അതൊക്കെ അങ്ങനെ ചെയ്താൽ മതി എന്നുള്ള ആളുകളല്ല, വളരെ ഡെഡിക്കേഷനിൽ എന്താണ് ഇത് പഠിക്കേണ്ടതെന്ന് അറിയാതെ ഒരുപാട് ആളുകൾ മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ അവർക്ക് നിങ്ങൾക്ക് ഏറ്റവും വലിയ പ്ലാറ്റ്ഫോമിലൂടെ പറഞ്ഞു തരാം എന്നുള്ള നമ്മളെ കൊണ്ട് സിമ്പിൾ ആയിട്ട് തോന്നുന്ന കാര്യം. വാട്സപ്പിലൂടെ ഒക്കെ പറഞ്ഞാൽ നമ്മൾ മറന്നു പോകും. നമുക്ക് ജോലികളും പ്രശ്നങ്ങളും ഉണ്ട്. നമ്മൾ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ട് പല കാര്യങ്ങളുണ്ട് അല്ലേ? അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ മറന്നു പോകുന്നത് നിങ്ങൾ നോട്ട് എഴുതി വെക്കാൻ വേണ്ടി ശ്രമിക്കുക. അതുകൊണ്ടാണ് പറഞ്ഞു വരുന്നത് നോട്ട്. ട്രേഡിങ്ങിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആളുകൾ ആകർഷിക്കുന്നത്. അതെന്തുകൊണ്ടാണ്? ട്രേഡിങ്ങിൽ പെട്ടെന്ന് പ്രോഫിറ്റ് കിട്ടും. അത് നിങ്ങൾ കണ്ടിട്ടുമുണ്ട് അല്ലേ? ഇൻട്രാഡേയിൽ എടുക്കാം. ഇപ്പം ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ നമുക്ക് 1 മണിക്കൂർ കൊണ്ട് ഹ്യൂജ് പ്രോഫിറ്റ് എടുക്കാം. പക്ഷെ എന്താണ് അവിടെ അക്യുറസി വേണം. ടെക്നിക്കൽ പഠിക്കണം. ഹയർ ഡിഗ്രി അനുസരിച്ചിട്ട് അക്യുറസി വേണം, ക്യാപിറ്റൽ വേണം, പ്രോഫിറ്റ് എടുത്തിട്ട് പോകാം. അത് ഷോർട്ട് സെൽ ആയിക്കോട്ടെ, ബൈ ആയിക്കോട്ടെ, ഫ്യൂച്ചർ ആയിക്കോട്ടെ, ഓപ്ഷൻ ആയിക്കോട്ടെ, സ്റ്റോക്സ് ആയിക്കോട്ടെ. എന്തിനും എന്താണ് ടെക്നിക്കൽ ഡയറക്ഷൻ പഠിക്കണം. അല്ലാണ്ട് ഫ്യൂച്ചർ ഓപ്ഷൻസിന് വേറെ, സ്റ്റോക്സിന് വേറെ എന്നല്ല. അത് മറ്റുള്ള കോൺട്രാക്റ്റുകളെ കുറിച്ചും ബ്രോക്കറുകളെ കുറിച്ചും ഒക്കെ നിങ്ങൾക്ക് ഓപ്ഷൻസിനെ കുറിച്ചും ഓപ്ഷൻസിന്റെ തീറ്റാകാം, അതൊക്കെ നിങ്ങൾക്ക് കയ്യിൽ കിട്ടും. അതൊന്നും പോകണ്ട. ഇത് രണ്ടും കോൺട്രാക്ട് ആണ്. സ്റ്റോക്സ് ആണ് മെയിൻ ആയിട്ട് ട്രേഡ് ചെയ്യുക. കാരണം അതിലാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് വരിക. അപ്പോൾ അതെല്ലാം ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? കറൻസി ആയിക്കോട്ടെ, കമ്മോഡിറ്റി ആയിക്കോട്ടെ, അതൊക്കെ പുറത്താണ്. ബിറ്റ് കോയിൻ ആയിക്കോട്ടെ, അതൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ഡയറക്ഷൻ, ഇൻവെസ്റ്റ്മെന്റിന് ഒരേ റൂളാണ് മാർക്കറ്റിൽ, ട്രേഡിങ്ങിന് ഒരേ റൂളാണ്. അതൊക്കെ നിങ്ങൾ എഴുതി വെച്ചോ. ഇതൊക്കെ ചെയ്യണമെങ്കിൽ സുഹൃത്തുക്കളെ നമുക്ക് ഡയറക്ഷൻ അറിഞ്ഞിരിക്കണം. അപ്പൊ ഇവിടെ ഇൻവെസ്റ്റ്മെന്റിൽ നമുക്ക് ആ ബാക്ക് ബോൺ പഠിച്ചിട്ടുണ്ട്. 5 ഇമ്പൾസും 3 കറക്ഷൻ. അത് വർഷത്തേക്ക്, മാസത്തേക്ക് കൂട്ടിക്കോ. അങ്ങനെ പോകുള്ളൂ. അതുകൊണ്ടാണ് SIP ചെയ്യാനാണ് അവിടെ പഠിച്ചത്. അവിടെ നമ്മൾ വേറെ ഒന്നും നോക്കാം. ട്രേഡിങ്ങിലോട്ട് വരുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ആകർഷകരാകുന്ന ട്രേഡിങ്ങിലാണ്. ഏറ്റവും കൂടുതൽ ആളുകളുള്ളത് ട്രേഡിങ്ങിലാണ്. അല്ലെ? 90% മലയാളീസും ട്രേഡിങ്ങിലാണ് കൂടുതലുള്ളത്. കാരണം എന്താ? പെട്ടെന്ന് പൈസ വേണം. അത് ലോങ് സ്വിംഗ് ആയിക്കോട്ടെ, മിഡ് സ്വിംഗ് ആയിക്കോട്ടെ, 3 വർഷത്തേക്കായിക്കോട്ടെ, 1 വർഷത്തേക്കായിക്കോട്ടെ, 1 മാസത്തേക്കായിക്കോട്ടെ. പ്രശ്നം എന്താണ്? നമ്മുടെ ഡയറക്ഷൻ തെറ്റാ. കാരണം നമ്മൾ പുസ്തകങ്ങൾ വായിച്ചിട്ട് കൺഫ്യൂഷൻ ആകുകയാണ്. ഫണ്ടമെന്റൽ ന്യൂസ് റിസൾട്ട് നോക്കിക്കൊണ്ട് കൺഫ്യൂഷൻ ആകുകയാണ്. ഇതൊക്കെ നിങ്ങൾക്ക് മുന്നോട്ട് കാണിച്ചു തരും. ഓൾറെഡി ഞാൻ കാണിച്ചിട്ടാ ഈ വീഡിയോ ചെയ്തു തുടങ്ങി. കാരണം എന്താ? നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ അത് നിങ്ങൾക്ക് ടെക്നിക്കലൂടെ എടുക്കുന്ന അറിയില്ല. അതാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അനാവശ്യമായ കാര്യങ്ങളിലൂടെ പോയിട്ട് നമ്മുടെ സമയം ഒരു ഇവിടെ ഇമോഷൻസ് ആണ് നമ്മളെ കൊണ്ട് ചാടിക്കുന്നത്. ഒന്ന് ടൈം ഇമോഷൻ, രണ്ടാമത് പൈസയുടെ ഇമോഷൻ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു പ്രീമിയം കണ്ടന്റ് പുറത്ത് പഠിക്കണമെങ്കിൽ നമുക്ക് 25,000 പ്രീമിയം പ്രൈസ് ആക്ഷൻ എന്ന് പറയുന്നത് +2 വരെയുള്ള എഡ്യൂക്കേഷൻ ആണ്. അത് നമ്മൾ പുറത്തുനിന്ന് പഠിക്കണമെങ്കിൽ 25,000, 25,000, 15,000, 45,000 കൊടുക്കണം. കേരളത്തിൽ നിന്ന് ഒരിക്കലും പഠിക്കാൻ റെക്കമെൻഡ് ചെയ്യില്ല. നിങ്ങൾ ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകൾ അറിയുന്നത് നോർത്ത് ഇന്ത്യ പഠിച്ചാൽ മതി. കാരണം കേരളത്തിൽ നിന്ന് വലിയ എമൗണ്ട് കൊടുത്ത് പഠിച്ച ആൾക്കാരൊക്കെ നമുക്കറിയാം. അതവിടെ നിൽക്കട്ടെ. അപ്പൊ ഈ 15,000, 25,000 എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ അടുത്ത് ഒറ്റയടിക്ക് എടുക്കാനുണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ട്രേഡ് ചെയ്യുകയും വേണം. കാരണം ട്രേഡ് എന്ന് പറഞ്ഞാൽ ഡെയിലി ഇത് കയറി ഇറങ്ങുമ്പോൾ നമുക്കൊരു മറ്റുള്ള PNL കാണുമ്പോൾ അല്ലെങ്കിൽ വീഡിയോസ് കാണുമ്പോൾ നമുക്കൊരു ഇത് വരും. അതല്ല, അതൊക്കെ ഒതുക്കി വെക്കുക നിങ്ങൾ. ഇമോഷൻസ്, താൽക്കാലിക ഇമോഷൻസ് ഒതുക്കി വെക്കുക. പഠിപ്പിലേക്ക് ഫോക്കസ് ചെയ്ത് കുറച്ചു കാലം നിങ്ങൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ജോലി ഓർക്കുക. ജോലി കിട്ടാൻ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട്, ബിസിനസ് ചെയ്യാൻ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട്, അത് ഇതിലും ഓർക്കുക. കാരണം ഇതും അങ്ങനെ തന്നെയാണ്. ഇവിടെ വിജയിക്കണ സമയം എടുക്കും അല്ലേ? അപ്പൊ അത് ഓർത്തുകൊണ്ട് നിങ്ങൾ പഠിച്ചിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഡയറക്ഷൻ നിങ്ങളെ പോക്കറ്റിലേക്ക് പൈസ വരും, മാർക്കറ്റിംഗ് പൈസ വരും. ഡയറക്ഷൻ അറിയാതെ നിങ്ങൾ ഫണ്ടമെന്റലിലൂടെയും പുസ്തകത്തിലൂടെയും കറങ്ങി അടിച്ച് കഴിഞ്ഞാൽ 100% എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇത് 2025 45 ആയാലും എന്റെ വീഡിയോകൾ കാണുന്നുണ്ട്, നിങ്ങൾ ഉറപ്പിച്ചു വെച്ചു. ടെക്നിക്കൽ അനാലിസിസ് പഠിക്കാതെ, അത് പഠിക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിലേ പോയി കഴിഞ്ഞാൽ ബുക്കിലും ഫണ്ടമെന്റലും വീഡിയോയിലും പോയി കഴിഞ്ഞാൽ നിങ്ങൾ കൺഫ്യൂഷൻ ആവും. ബുക്ക് ഞാൻ പറഞ്ഞു, എന്നാൽ ബുക്കിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു എവിടെങ്കിലും പോയിട്ട് പുസ്തകം പഠിച്ചാലാന്ന് അവിടെ ഫണ്ടമെന്റലിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ്. ടെക്നിക്കലിലോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതൊക്കെ ബേസിക് ഇൻഫർമേഷൻ, നല്ല കണ്ടന്റുകൾ എവിടെന്ന് വെച്ചാൽ അന്വേഷിച്ച് പഠിക്കുക. അപ്പോൾ പഠിക്കാത്തതാണ് നിങ്ങളുടെ പ്രശ്നം എന്ന് ഞാൻ ഇപ്പോഴും ഉറപ്പിച്ച് പറയുന്നു. ട്രേഡ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതിന്റെ PNL ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ഈ 60,000, 75,000, 30,000 ഒക്കെ PNL കാണിച്ചു തന്നിട്ടുണ്ട്. കോൾസ് കാണിച്ചു തന്നിട്ടുണ്ട്. എല്ലാം കാണിച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, അതെല്ലാം ഇതിന്റെ മുകളിലാണ്. അപ്പൊ അവിടെയും നമുക്ക് വരുന്നത് എന്താണ്? എല്ലാ ടൈം ഫ്രെയിമിലും മാസം മുതൽ മാസം മുതൽ ഈ താഴോട്ട് 1 മിനിറ്റ് വരെ നമുക്ക് ഈ സ്ട്രക്ചറാണ് കാണാൻ പറ്റുക. ഇതെന്തിനാണ് നമ്മൾ ട്രേഡേഴ്സ് ഇതിന്റെ അകത്താണ് നമുക്ക് എന്ത് വേണ്ടത്? ഒന്നാമത്തത് സ്മാർട്ട് മണിന്റെ ക്യാൻഡിൽസ് വേണ്ടത്. ഓക്കെ, സ്മാർട്ട് മണിന്റെ ക്യാൻഡിൽസ് അതിന്റെ ടാർഗറ്റ് അത് എത്ര ഉണ്ട്? 28 ഉള്ളൂ. നിങ്ങൾ ലോകം മുഴുവൻ അന്വേഷിച്ചിട്ട് ഉള്ള പുസ്തകത്തിൽ ചിലപ്പോൾ 46, 56 ഒക്കെ പറയും. അതാണ് പറയുന്നത്. അതെന്താണ്? 56 പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. അതുപോലെ തന്നെ 16, 28 ക്യാൻഡിൽസും അതിന്റെ ടാർഗറ്റേ ഉള്ളൂ. പരിപാടി കഴിഞ്ഞു. ഓക്കെ, ഇതിന്റെ അകത്ത് അപ്ലൈ ചെയ്യണം നമ്മളിത്. 28 ക്യാൻഡിൽസ് ഇതിന്റെ അകത്താണ് വരിക.
16 പാറ്റേൺസ് അതിന്റെ ടാർഗറ്റ് ഇതിന്റെ അകത്താണ് വരിക. ഓക്കെ. സ്മാർട്ട് മണിയുടെ ഇൻഡിക്കേറ്റേഴ്സിന്റെ പ്രീമിയം യൂസേജ് ഇതിന്റെ അകത്താണ് വരിക. ഓക്കെ. അതുപോലെ തന്നെ സ്മാർട്ട് മണിയുടെ പ്രൈസ് ഗ്യാപ്പ്, നിങ്ങൾ കാണുന്ന ഗ്യാപ്പ് അപ്പ് ഗ്യാപ്പ് ഡൗൺ, നിഫ്റ്റിയിലായിക്കോട്ടെ സ്റ്റോക്സിലായിക്കോട്ടെ, അത് ഇതിന്റെ അകത്താണ് വരിക. ചാർലി സ്റ്റൗ തിയറി ഇതിന്റെ അകത്താണ് വരിക. ഓക്കെ. എലിയോട്ട് ന്യൂവി തിയറി ഇത് സെൽഫ് ബാക്ക് ബോൺ എന്നറിയപ്പെടുന്ന മറ്റെന്താണ്, ക്യാൻഡൽസ് എന്ന് പറയുന്നത് സോൾ ഓഫ് മാർക്കറ്റ് ആണ്. ഇതെന്താണ്, ഇതാണ് ഈ രൂപത്തിലൂടെയാണ് നമുക്ക് എല്ലാ ചാർട്ടുകളും കാണാൻ പറ്റും. ഇൻഡെക്സിന്റെ ആയിക്കോട്ടെ സ്റ്റോക്സിന്റെ ആയിക്കോട്ടെ അല്ലെ. അപ്പൊ ഫ്യൂച്ചർ ഓപ്ഷൻ ചെയ്യുന്നേരം നമുക്ക് ഇത് വേണം. ഫ്യൂച്ചർ ചെയ്യുന്ന ഇത് ഈ ബേസ് ഫോം ഏത് ഇൻഡെക്സിന്റെ, ഇപ്പൊ നിങ്ങൾ നിഫ്റ്റിയിലാണ് ഫ്യൂച്ചർ ചെയ്യുന്നതെങ്കിൽ നിഫ്റ്റിയുടെ ഇൻഡെക്സിന്റെ ഈ ബേസ് ഫോമും പ്രീമിയം ക്യാൻഡൽസ് പാറ്റേൺസ് പ്രൈസ് ഗ്യാപ്പ് എല്ലാ ടൂൾസും വെച്ചുകൊണ്ട് നോക്കിയിട്ട് നിഫ്റ്റിയുടെ മൂവ്മെന്റ് പിടിച്ചുകൊണ്ടാണ് നിങ്ങൾ നിഫ്റ്റിയുടെ സ്റ്റോക്ക് ഫ്യൂച്ചർ ചെയ്യുക. ഓപ്ഷൻ ചെയ്യുമ്പോഴോ നിങ്ങൾ നിഫ്റ്റിയുടെ ഒരു ഉദാഹരണം പറയാം, നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയിൽ മാത്രം ഓപ്ഷൻ ചെയ്യാൻ പാടുള്ളൂ, സ്റ്റോക്സിന്റെ ചെയ്യരുത്. അത് ഹെഡ്ജ് ചെയ്യാൻ മാത്രം ഉപയോഗിക്കുന്നതാണ്. അപ്പം ബാങ്ക് നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ചെയ്യുമ്പോൾ ഈ ക്യാൻഡൽസ് പാറ്റേൺസ് പ്രീമിയം പ്രൈസ് ക്യാപ്പ് എല്ലാം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ട്രേഡ് ചെയ്യുക. ഇനി സ്റ്റോക്കിൽ പ്രീമിയം ലാർജ് ക്യാപ് സ്റ്റോക്കാണ് നമ്പർ 1. അത് 3 വർഷത്തേക്കായിക്കോട്ടെ 1 വർഷത്തേക്കായിക്കോട്ടെ 15 മിനിറ്റിന്റെ ഇൻട്രാഡേ ആയിക്കോട്ടെ, സ്റ്റോക്സിൽ നിങ്ങൾ ക്യാഷ് ആൻഡ് കാരിൽ ബൈ ചെയ്യാണ് എങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഈ സംഗതി ഇവിടെ ഇടണം. സ്റ്റോക്സ് ആണ് നമ്പർ 1, അതിന് കഴിഞ്ഞിട്ട് ഫ്യൂച്ചർ ഓപ്ഷൻ വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെങ്കിലും ഈ ഇതാണ് ബേസ് ഫോം, ഇത് ഓർത്ത് വെക്കുക. ഈ ടെക്നിക്കൽ എടുത്ത് ഇതിൻ്റെ ഉള്ളിൽ അപ്ലൈ ചെയ്യുക, നിങ്ങൾക്ക് ഡയറക്ഷൻ പക്കാ വരും. ഓക്കെ. ക്ലിയർ ആയല്ലോ. ഇതിൽ 28 ക്യാൻഡൽസ് അതിന്റെ ടാർഗറ്റ്, ഇത് നിങ്ങൾ എവിടെ നിന്ന് വെച്ചാൽ പഠിക്കുക. 28 ക്യാൻഡൽസ് അതിന്റെ ടാർഗറ്റ്, 16 പാറ്റേൺസ് അതിന്റെ ടാർഗറ്റ്, സ്മാർട്ട് മണിയുടെ 5 ഇൻഡിക്കേറ്ററിന്റെ പ്രീമിയം യൂസേജ്, അനാവശ്യ യൂസേജ് പഠിച്ചത്. RSI ഞാൻ പറഞ്ഞു, അത് എന്തിനുള്ളതാണ്, ഓവർ ബോട്ട് ഓവർ സോൾഡ് അളക്കാനുള്ളതല്ല, അതിന് ഡയറക്ഷൻ വേറെയാണ്. ഇതൊക്കെയാണ് നമ്മുടെ ഫേസ്ബുക്കിലെ സുഹൃത്തുക്കൾ പഠിച്ചിരിക്കുന്നത്. അത് 1000 പോയിന്റ് പ്രൈസ് കയറി കഴിഞ്ഞാലും അത് 80 അവിടെ നിൽക്കും. അതിന്റെ സെറ്റിംഗ്സ് നമ്മൾ 5ാമത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പ്രീമിയം യൂസേജിൽ എന്താണ്, ഇൻഡിക്കേറ്റേഴ്സിൽ വളരെ സോളിഡ് ആണ്. ഈ ഫിബിനാഷി, മൂവിങ് ആവറേജ്, അതുപോലെ തന്നെ ബൊളിഞ്ചർ ബാൻഡ്, മാക്ടി, അങ്ങനെ കണ്ട. പിന്നെ അതായിരുന്നു മാക്ടി, ബൊളിഞ്ചർ ബാൻഡ്, ഫിബിനാഷി, മൂവിങ് ആവറേജ്, RSI, അങ്ങനെ 5 ഓക്കെ. സ്മാർട്ട് മണിയുടെ 4 പ്രൈസ് ഗ്യാപ്പ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ എലിയോട്ട് ന്യൂവേ തിയറി എന്ന് പറയുന്നത് ഇതാണ് ബേസ് ഫോം. ബേസ് ഫോം നമ്മൾ എന്തിനാണ് ടെക്നിക്കലി പഠിക്കുന്നത്, ചാർലി സ്റ്റൗ തിയറി. ഓക്കെ. എന്തുകൊണ്ടാണ്, കാരണം ഈ +2ൽ നിങ്ങൾക്ക് എല്ലാം വെച്ചുകൊണ്ട് ഇത് പഠിച്ചു കഴിഞ്ഞാൽ അതിന് നല്ല രീതിയിൽ ട്രേഡ് ചെയ്യും. ഈ ബേസ് ഫോം മാത്രം നോക്കിയാൽ മതി. മറ്റേ വിഷയം നമുക്ക് പിന്നീട് പറയാം. അപ്പൊ തിരിച്ച് നമ്മൾ എന്താണ്, ബാക്ക് ടു ചാർട്ടിലേക്ക് പോവുകയാണ്. ഇതാണ് ഇപ്പൊ നമ്മൾ കാണുന്ന ആ പഠിച്ച ബേസ് ഫോം. മനസ്സിലാവുന്നുണ്ടോ. ഇത് നമുക്ക് എവിടെയൊക്കെ കാണാൻ പറ്റും, 1 മിനിറ്റ് മുതൽ 1 മാസം വരെ കാണാൻ പറ്റും. ഇത് 1, 2, 3, തേർഡ് ലെഗ് എപ്പോഴും വലുതായിരിക്കും. 3, 5 ഓക്കെ. ഇതാണ് ഈ കറക്ഷനെ കുറിച്ച് നമുക്ക് പിന്നെ പഠിക്കാം. അപ്പോ ഇതെന്താണ്, ABC എന്നാണ് വരിക. ഓക്കെ. എങ്കിൽ കൂടെ ഞാൻ ഇവിടെ വരച്ചിടാം ABC. ഇതിന്റെ അകത്ത് തന്നെ 5 വരും. അതിനെ കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാം. കാരണം നിങ്ങൾ ഫോട്ടോത്തിൽ കണ്ടിട്ടുണ്ട് 5 ലെഗ് വരും ഉള്ളിൽ. ഓക്കെ. അത് 1 അവറിലേക്കാണ് പോവുക. പിന്നെ അത് കഴിഞ്ഞാൽ 15 മിനിറ്റ്സിലേക്കാണ് പോവുക. അല്ലെ. ഇപ്പൊ നമുക്ക് ഈ ഡേയിൽ എന്റെ ട്രേഡ് അവിടെ ജെറോതിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ ഇരിക്കണം, ഒരിക്കലും ഇല്ല. കാരണം എന്താ, നമുക്കറിയാം എല്ലാ മൂവ്മെന്റും എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ഇങ്ങനെയാണ് പോവുക അല്ലെ. എല്ലാ മൂവ്മെന്റും നമ്മൾ പറഞ്ഞു 1 സെക്കൻഡ് മുതലാണ്. 1 സെക്കൻഡ് മുതൽ 1, 2, 3, 4, 5 അല്ലെ. 5 ഓക്കെ. വരച്ച് നോക്കണ്ട. 5 ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുക അല്ലെ. അപ്പൊ നമ്മൾ സ്റ്റോപ്പ് ലോസ് സ്വാഭാവികമായിട്ട് എവിടെയാണ് വെക്കുക. ഇത് ഞാൻ നിങ്ങളോട് ട്രേഡിങ്ങിന്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും. പക്ഷെ ഇവിടെ ക്യാൻഡൽസ് ആണ് ഇവിടെ മെയിൻ അല്ലെ. ഇപ്പൊ പ്രീമിയം ക്യാൻഡൽസ് ആണ് ഇവിടെ വരിക. ഇവിടെ കാണുന്ന നമുക്ക് എന്താണ്, ഇവിടെ എന്താ കാണുന്നത് നിങ്ങൾക്ക്, ഈ ഇമ്പൾസിന്റെ മുകളിൽ ഇത് പ്രീമിയം ക്യാൻഡൽസ് ആണ് അല്ലെ. ഇതിന്റെ തന്നെ ഇവിടെ മാർക്ക് ചെയ്ത് 1 അവറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വേറെ ക്യാൻഡിൽ കാണാം. മാർക്ക് ചെയ്ത് 1 അവറിൽ പോയി കഴിഞ്ഞാൽ വേറെ ക്യാൻഡിൽസ് കാണാം അല്ലെ. ഇത് ഇൻഡെക്സ് ആണ്, സ്റ്റോക്സ് എല്ലാം സെയിം ആണ്. ബിറ്റ് കോയിൻ ആയിക്കോട്ടെ സ്റ്റോക്സ് ആയിക്കോട്ടെ എന്ത് സാധനം എന്ത് ഇതായിക്കോട്ടെ, നമുക്ക് ഈ സ്ട്രക്ചറിന്റെ അകത്താണ് ഇത് ഉപയോഗിക്കുക അല്ലെ. ഇതാണ് ആ പ്രീമിയം ക്യാൻഡിൽ. മനസ്സിലാവുന്നുണ്ടോ. 1 അവറിൽ ഇവിടെ വരുമ്പോൾ അവിടെ പ്രീമിയം ക്യാൻഡിൽസ് ആണ്. ഇത് മൾട്ടിപ്പിൾ ക്യാൻഡിൽസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. മൾട്ടിപ്പിൾ ക്യാൻഡിൽസ് വന്നു, അതിന്റെ കൺഫർമേഷൻ ക്യാൻഡിൽ എടുത്തു. ഇത് മൾട്ടിപ്പിൾ ക്യാൻഡിൽ ആണ്. ഓക്കെ. അതിന്റെ കൺഫർമേഷൻ ക്യാൻഡിലാണ് ഇത് അല്ലെ. ഇതെടുത്ത് ഇവിടുന്ന് എന്താവുന്നു, നേരെ ടാർഗറ്റിലേക്ക് പോകുന്നു അല്ലെ. ഇതാണിപ്പോ മാർക്കറ്റിൽ എല്ലാ സ്റ്റോക്സിന്റെ അകത്തും ഇൻഡെക്സിന്റെ അകത്തും ഒക്കെ നടക്കുന്നത്. ഇപ്പൊ നമ്മൾ TCS ലേക്ക് വന്നു കഴിഞ്ഞാലോ, TCS നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്, ഇവിടെ ഗ്യാപ്പിനെ കുറിച്ചാണ് കാണാൻ പറ്റുന്നത് അല്ലെ.
ടി സി എസിൽ നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്? ഗ്യാപ്പാണ്. അപ്പൊ സുഹൃത്തുക്കളെ, ഇതിനെക്കുറിച്ച് പഠിച്ചാലല്ലേ നമുക്ക് അതിനെക്കുറിച്ചുള്ള ബോധം ഉണ്ടാവുള്ളൂ. അപ്പൊ പുസ്തകം വായിച്ചിട്ടോ ഫണ്ടമെന്റൽ നോക്കിയിട്ടോ കാര്യമില്ല. മനസ്സിലുണ്ടോ? ഈ ഗ്യാപ്പിനെ കുറിച്ച് പഠിക്കണം. കാൻഡൽസിനെ കുറിച്ച് പഠിക്കണം, ഗ്യാപ്പിനെ കുറിച്ച് പഠിക്കണം. ഇത് നമ്മളെപ്പോഴാണ് കൺഫർമേഷന് വരുന്നതാണ് വൺ ഡേ. ഇത് കണ്ടോ, നിങ്ങൾ ഡേ ടൈം ഫ്രെയിമിലെ ക്യാൻഡൽസ് ആണ് ഇത്. ഇത് മൾട്ടിപ്പിൾ ക്യാൻഡിലാണ് ഈ കാണുന്നത്. ഈ കാണുന്നത് എന്താണ്? മൾട്ടിപ്പിൾ ക്യാൻഡിലാണ്. ഇവിടെ നിങ്ങൾക്ക് എന്താ കാണാൻ പറ്റുന്നത്? ഇവിടെയാണ് നമ്മൾ പറഞ്ഞ, ഇപ്പൊ നിങ്ങൾ ഈ നിഫ്റ്റിയിൽ എന്ത് കണ്ടു? 5 ഇമ്പൾസ് 3 കറക്ഷൻ കണ്ടില്ലേ? അതുപോലെ തന്നെ ഇവിടെ ഇപ്പൊ ഒരു ഡേ ആണ് ഞാൻ കാണിച്ചിരുന്നത്. താഴോട്ട് പോകുമ്പോൾ നമ്മൾ ടൈം എടുത്തിട്ടാ പോവുക ഇൻട്രാഡേയിലേക്ക്. ആദ്യം ബേസ് ഫോം ആണ് പഠിക്കുന്നത്. ഇത് 1, 2, ഇത് 3 ആണ്, ഇത് 4 ആണ്, ഇത് 5 ആണ്. ഇങ്ങനെ 5 എണ്ണം എടുത്തുകൊണ്ടാണ് മാർക്കറ്റ് എന്ത് ചെയ്യുക? സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. അതിനുശേഷം ഇതിന്റെ കറക്ഷൻ വരും 50%. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാം കാണിച്ചു തരുന്ന ആരാണ്? ഇവിടെ പ്രീമിയം ക്യാൻഡൽസ് ആയ എന്താണ് കാണിച്ചിരുന്നത്? ഇവിടെ പ്രൈസിന്റെ വിലയുടെ, സ്മാർട്ട് മണിയുടെ പ്രീമിയം ക്യാൻഡൽസ് ആണ് എല്ലാ ഇമ്പൾസും കാണിച്ചത്. ഇതാണ് എന്ത്? ഇത് ഞാൻ യൂട്യൂബില്, ഫേസ്ബുക്കിൽ ജൂൺ 6-ാം തീയതി ഐ ടി സി ടി സി എസ്, ഇൻഫോസിസ്, വിപ്രോ, നിങ്ങൾ ഏത് ചാർട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ഇതാണ് കാണാൻ പറ്റുക. ഓക്കെ, ഇതാണ് നമ്മൾ എന്ത് പറഞ്ഞത്? സെക്ടർ ഇൻഡെക്സ്. സെക്ടർ ഇൻഡെക്സ് എന്താണ്? ഐ ടിയുടെ ആണ്. ഓക്കെ, വളരെ ശ്രദ്ധിച്ചു കേട്ടോ. അപ്പൊ സെക്ടർ ഇൻഡെക്സിനെ കുറിച്ച് പഠിക്കണം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് എന്താ കാണാൻ പറ്റുക? ഐ ടിയുടെ ഇതാണ് പ്രീമിയം ക്യാൻഡിൽസ്. അപ്പൊ നമ്മൾ പറഞ്ഞ 5ആണ് ടാർഗറ്റ് പറഞ്ഞത് അല്ലെ? ഇത് ഇൻഡെക്സ് ആണ്, സെക്ടർ ഇൻഡെക്സ്. അതായത് ഞങ്ങളോട് പറഞ്ഞു, ബിറ്റ് കോയിൻ ആയിക്കോട്ടെ, കറൻസി ആയിക്കോട്ടെ, കമ്മോഡിറ്റി ആയിക്കോട്ടെ, ഏത് സ്റ്റോക്കിനെയും, ഏത് സെക്ടർ, ഏത് സെക്യൂരിറ്റി ആയിക്കോട്ടെ, സ്റ്റോക്സ് ആയിക്കോട്ടെ, ഇൻഡെക്സ് ആയിക്കോട്ടെ, എന്റെ പൊന്ന് സഹോദര, ഇവിടെ പ്രീമിയം ക്യാൻഡിൽസ് വന്നു അല്ലെ? പ്രീമിയം ക്യാൻഡിൽസ് എന്ന് പറയുന്നത് സിംഗിൾ റെഡിലും ഗ്രീനിലും വരും. ഹാമറാണ് വന്നിരിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. ഞാൻ പറയുന്നത്, നിങ്ങൾ ലോകത്ത് ഏത് പുസ്തകം വായിച്ചാലും നിങ്ങൾക്ക് ഇത്ര പക്കാ ടാർഗറ്റ് ഇല്ല. ഇത് ഈക്വൽ ടു 5 ക്യാൻഡിൽസ് ആണ് നമ്മൾ പറയുന്നത്. പക്ഷെ എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? ഈ ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ സാധാ ഒരു ഡേ ക്യാൻഡിലാണ്. ഒരു ഡേ ക്യാൻഡിൽ ഇതാണ്. ഒരു ഡേ ക്യാൻഡിലിന്റെ സൈസ് എത്രയാണ്? ഏകദേശം ഇതാണ് അല്ലെ? ഇതാണ് ഒരു ഡേ ക്യാൻഡിൽ സൈസ്. ഇതിനൊക്കെ അർത്ഥമുണ്ട്? ഒരിക്കലും ഇല്ല. ഞാൻ പറഞ്ഞു വരുന്ന, ഈ ക്യാൻഡിൽസിനെ ഗ്രീനിനെ നോട്ട് ചെയ്യുക. ഇതാണോ? ഇല്ല, ഇത് ഇതിലും വലിയ ക്യാൻഡിൽസ് ആണ് അല്ലെ? അപ്പൊ ഒരു ഹാമർ വന്നു. അപ്പൊ ഇത് കൺഫർമേഷൻ ഇതിന്റെ പകുതി കൂട്ടിയാൽ മതി. അതായത് അത്രേ പേരുള്ളൂ. ഇത് അത്രയും ബുള്ളിഷ് ആയതുകൊണ്ട് ഈ പറഞ്ഞു വരുന്നത്, അത്രയും സ്പീഡിൽ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലാവും. എടാ, ഹാമറിന്റെ വിക്ക് കണ്ടോ നിങ്ങള്? ഈ ഹാമറിന്റെ വിക്ക് കണ്ടോ? ലെങ്തി വിക്കാണ്. ഇവിടെ എന്താന്ന്? കൺഫർമേഷൻ ക്യാൻഡിൽ വന്നു. ഇവിടെ നീ 5 ക്യാൻഡിൽസ് പോയി. പിന്നെ പരിപാടി കഴിഞ്ഞില്ലേ സുഹൃത്തെ? ഈ 5 ക്യാൻഡിൽസ് അവിടെ പഠിച്ചു. പിന്നെ നിങ്ങൾ എന്തിനാണ്? അപ്പൊ നിങ്ങൾ ഇവിടെ എന്താ ചെയ്യുന്നത്? ഇപ്പൊ സ്വാഭാവികം നിങ്ങൾക്ക് ഒരു കണ്ടന്റ് പഠിക്കാനുള്ള ഒരു മണിയോ അല്ലെങ്കിൽ ടൈമോ ഇല്ല, ഇമോഷൻ. നിങ്ങൾ അപ്പുറത്തൂടെ പോയിട്ട് ഒരു ദിവസം 5 ദിവസം എടുത്തിട്ട് ഒരു പുസ്തകം വായിക്കുക. ആ പുസ്തകത്തിൽ നിങ്ങൾക്ക് എന്താ ആരോട് സംശയം ചോദിക്കാൻ പറ്റും? ഒരിക്കലും ഇല്ല. ബേസ് പഠിക്കാൻ പറയുന്ന ആളുകളോടല്ല, ഇത് മാർക്കറ്റിൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകളോടാണ്. ബേസ് പഠിക്കുന്ന ആളുകൾ ഇത് കണ്ട് മനസ്സിലാക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്താണ് യുക്തി? ഇത് പഠിച്ച് ഇതിന്റെ ടാർഗറ്റ് പഠിച്ച് നിങ്ങളുടെ പ്രശ്നം കഴിഞ്ഞില്ല. പ്രീമിയം ക്യാൻഡൽസ്, സ്മാർട്ട് മണിന്റെ അത് കഴിഞ്ഞിട്ടാണ് അതിന്റെ മുകളിലാണ് എന്ത് വരുന്നത്? നമ്മളെ പറഞ്ഞ ഇമ്പൾസ് കറക്ഷൻ വരുന്നത് അല്ലെ? അപ്പൊ നമ്മൾ ടി സി എസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്? ടി സി എസ് എടുക്കുകയാണെങ്കിൽ ഇവിടെ പ്രീമിയം ക്യാൻഡൽസ് ആണ് നമുക്ക് ആദ്യം കാണിച്ചു തരുന്നത്. ഇവിടെ ഈക്വൽ ടു ഗ്യാപ്പ് അപ്പിലാണ് ഇത് പോയിരിക്കുന്നത്. 5 ക്യാൻഡലാണ് അല്ലെ? അപ്പൊ അതിന്റെ ടാർഗറ്റ് ആണ്. അതിലാണ് നമുക്ക് എന്ത് വരുന്നത്? ഇവിടെ വേവ് തിയറിയിലുള്ള 1, 2, 3. ഇതിപ്പോ 1, 2 ആണ്. അപ്പൊ ഞാൻ നിങ്ങളോട് എന്തിനാണ് ഇത് കാണിച്ചു തരുന്നത്? നേരത്തെ ഇൻവെസ്റ്റ്മെന്റ് പറഞ്ഞു. ടി സി എസിൽ ഇപ്പൊ ഉദാഹരണം നിങ്ങൾ SIP ആണെങ്കിൽ SIP ആയിട്ട് ചെയ്യാൻ പാടുള്ളൂ. ട്രേഡ് ആണെങ്കിൽ ലംസമായിട്ട് ചെയ്യണം. പക്ഷെ ലംസമായിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ പേടിക്കുന്നത് എന്തുകൊണ്ടാ? ഇവിടെ ഇപ്പോ നിങ്ങൾക്ക് ഇതിന്റെ ഡയറക്ഷൻ അറിയാത്തോണ്ടാ അല്ലെ? ക്യാൻഡൽസിന്റെ ഡയറക്ഷൻ അറിയാത്തോണ്ടാ ഒന്നാമത്തത്. കാരണം എന്താ? ഇവിടെ നിങ്ങൾ ബൈ ചെയ്തു, നിങ്ങൾക്ക് വ്യക്തമായി, നിങ്ങൾ പറയുന്നത് മണി ഇമോഷൻ, മറ്റേ എന്താണ്, തേങ്ങ മാങ്ങ എന്ന് പറയുന്നു അല്ലെ? നിങ്ങൾക്ക് ഈ ഡയറക്ഷൻ അറിയുമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അതായത് ഇത് ഇമ്പൾസ് കറക്ഷൻ വിട്, ക്യാൻഡൽസിന്റെ വ്യക്തമായ ടാർഗറ്റ്സ് അറിയെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടുന്ന് ഇവിടുന്ന് ബൈ ക്യാൻഡൽസ് കണ്ടു, നിങ്ങൾ എന്ത് ചെയ്തു? പ്രീമിയം ക്യാൻഡൽസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അത് സിമ്പിൾ അല്ലേ? ആ 28 ക്യാൻഡൽസിനെ കുറിച്ച് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. അതിന്റെ ടാർഗറ്റ് പ്രശ്നം കഴിഞ്ഞ്. ഇവിടെ പഠിച്ചിട്ടുണ്ടെങ്കിൽ കൺഫർമേഷൻ ക്യാൻഡിൽ വന്നു, നിങ്ങൾ ടാർഗറ്റിൽ എക്സിറ്റ് ആവാം. അത് നിങ്ങൾക്ക് ഇൻട്രാഡേ ചെയ്യണോ? അതേ ക്യാൻഡൽസ് നിങ്ങൾ എന്ത് ചെയ്യാം? 1 അവറിൽ പോയി നോക്കുക. അതേ ക്യാൻഡൽസ് നമ്മൾ എന്ത് ചെയ്യുന്നു? 1 അവറിൽ പോയി നോക്കുന്നു. ഇതാണ് 1 അവർ ക്യാൻഡിൽ അല്ലെ? 1 അവർ ക്യാൻഡിൽ പ്രീമിയം ക്യാൻഡൽസ് വന്നു. അതിന്റെ കൺഫർമേഷൻ, ഇത് പ്രീമിയം ക്യാൻഡൽസ്, അതിന്റെ കൺഫർമേഷൻ ക്യാൻഡിൽ ഇവിടെ വന്നു, ഇവിടെ വന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ റെയ്ഡ് പിടിക്കുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ ടെക്നിക്കലി വെറും ക്യാൻഡൽസ് മാത്രമാണോ? ഒരിക്കലും അല്ല. നമ്മൾ റേഞ്ച് ബൗണ്ട് ക്യാൻഡൽസ് പഠിക്കുന്നുണ്ട്. അതിനുശേഷം അടുത്ത ടാർഗറ്റിലേക്ക് പോകുന്നു അല്ലെ? ഇതാണ് സഹോദരങ്ങളെ ട്രേഡിങ്. ഇത് ഇത്ര സിമ്പിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് അത്രയും സിംപ്ലിസിറ്റിയിൽ ആ ക്യാൻഡൽസ്, അതിന്റെ ടാർഗറ്റ്, ഈ ആവശ്യമുള്ള കാര്യം മാത്രം, 28 ക്യാൻഡൽസ് മാത്രം, അതിന്റെ പാറ്റേൺസുകൾ മാത്രം, അതിന്റെ പാറ്റേൺസ് ടാർഗറ്റ് മാത്രം,
ഇത്രയും ചുരുങ്ങിയ കാര്യങ്ങൾ കുറഞ്ഞ സമയം കൊണ്ട് പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റും. ഇനി അതിന്റെ മുകളിലോട്ട് ഈ സ്ട്രക്ചർ ഓർത്ത് വെച്ച് കഴിഞ്ഞാലോ, സ്ട്രക്ചർ എങ്ങനെ വരും നിങ്ങൾക്ക്? ഇപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഇൻവെസ്റ്റ്മെന്റിൽ SIP ആണ്, ഈ സ്ട്രക്ചർ ഓർത്ത് വെക്കണം. ഇപ്പൊ എന്താണ്, ലൈവ് മാർക്കറ്റ് ആണ്. ഓക്കെ, ഈ ഇൻവെസ്റ്റ്മെന്റിൽ നമുക്ക് SIP ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇത് ഓർത്ത് വെക്കണം കേട്ടോ, സ്ട്രക്ചർ. അതെന്തുകൊണ്ടാണ്? ട്രേഡിങ്ങിലും നമുക്ക് എന്താണ് ഈ, അത് ഓക്കെ, നമ്മൾ ഫസ്റ്റ് പ്രീമിയം പ്രൈസ് ആക്ഷന്റെ ക്യാൻഡൽസിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ട്രേഡ് എടുക്കുന്നത് അല്ലെ? ട്രേഡ് എടുക്കുന്നതെങ്കിലും ഈ ബേസ് ഫോം ഓർത്ത് വെക്കുന്നത് നല്ലതാണ്. ഇതാണ് ഇപ്പൊ ക്യാൻഡൽസ് ആണ് നമുക്ക് ഇവിടെ കാണിച്ചത്. അപ്പൊ ഇതില്ലാതെ സോൾ എന്ന് പറയുന്നത് എന്താണ്? ക്യാൻസൽ. ക്യാൻസൽ ഇല്ലാതെ നമുക്ക് ഇമ്പൾസ് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ മറ്റെന്താണ്? ബാക്ക് ബോൺ ആണ്. അതെന്തിനാണ്? എപ്പോഴും ഒരു കറക്ഷൻ നമ്മൾ പ്രതീക്ഷിക്കണം. അപ്പൊ ഇത് പഠിച്ചാലേ നമുക്ക് അറിയുള്ളൂ. അപ്പൊ ട്രെൻഡ് കഴിഞ്ഞ ഒരു കറക്ഷൻ ഉണ്ട്, അതിനാണ് നമ്മൾ ബാക്ക് ബോൺ പറഞ്ഞു തന്നത്. അത് നിങ്ങൾ എപ്പോഴും അക്സെപ്റ്റ് ചെയ്യണം. അപ്പൊ നമ്മുടെ കറക്റ്റ് ടാർഗറ്റിന്റെ ക്യാൻഡൽസിലാണ് എക്സെപ്റ്റ് എന്താവുക. ഇതിപ്പോ ഇൻഫോസിസ് വന്നു കഴിഞ്ഞാലും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതാ, ഏത് സ്റ്റോക്കിൽ വന്നു കഴിഞ്ഞാലും ഇത് ഞാൻ ഓൾറെഡി വാൺ ചെയ്തതാ. ഇൻഫോസിസിൽ എന്താ വന്നിരിക്കുന്നത്? ഇത് ഇൻഫോസിസ് ആണ്. നമ്മൾ അന്ന് ഫേസ്ബുക്കിൽ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് തന്നതിന് കണക്കും കഴിയില്ല, കോൾസിനും കാര്യത്തിനും. ഇതൊന്നും എടുക്കാൻ അറിയണ്ടേ? അത് പഠിക്കാൻ നിങ്ങൾ പറയുന്നത്. അന്നേരം നിങ്ങൾ വന്നിട്ട് മറ്റുള്ള കോൾസ് ഉണ്ടോ, IT സ്റ്റെപ്പ്, അതല്ല സഹോദരങ്ങൾ. ഇത് ദയവ് ചെയ്തിട്ട് ഇതൊന്ന് ശ്രദ്ധിക്കുക. ഇത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾ അക്കൗണ്ടിൽ വെച്ചുകൊണ്ട് നിങ്ങളുടെ പൈസ എടുക്കുന്ന കോൾസിന് നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാവുള്ളൂ അല്ലെ? അവിടെ നിങ്ങളെ മണി ഇമോഷൻ, ഇത് പഠിക്കാനുള്ള ടൈം ഇമോഷൻ നോക്കണ്ട. പഠിക്കാനുള്ള മണിയോ അല്ലെങ്കിൽ പഠിക്കാനുള്ള ടൈം, അങ്ങനെ പഠിച്ച് ഇൻവെസ്റ്റ് ചെയ്താലാണ് മറ്റുള്ള ജോലി പോലെ ഇതിൽ നമുക്ക് എക്സ്പേർട്ട് ആയിട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റും. കോഴ്സ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ വരും, എനിക്കറിയാം. പക്ഷെ എന്താണ്, അതല്ല, നിങ്ങൾ റിയാലിറ്റി ഇത് പഠിക്ക്. ചെയ്യുന്ന ബിസിനസ് എന്താണ് വ്യക്തമായ ബോധ്യം വേണം. അപ്പൊ ഞാനിത് ഫേസ്ബുക്കിൽ ഇട്ടപ്പോൾ ഒരാൾക്ക് കൊടുക്കാൻ പറ്റിയില്ല. അപ്പൊ എന്തുകൊണ്ടാണ്? ഇവിടെ പ്രീമിയം ക്യാൻഡൽസ് ആണ് ഇത്. ഇതിന്റെ വിക്ക് ഇതാണ്, ഹാമർ പ്രീമിയം ക്യാൻഡൽസ്. ഇതിന്റെ വിക്ക് കൺഫർമേഷൻ ക്യാൻഡിൽ, ഇത് അന്ന് അത്രയും ബുള്ളിഷ് ഉണ്ടായതുകൊണ്ടാണ്. ഇത് 6 ക്യാൻഡലിന് തുല്യമാണ്, 7 ക്യാൻഡലിന് തുല്യമാണ് ഇത്. കാരണം എന്താ? ഒരു ക്യാൻഡൽ സാധാരണ ഇതിന്റെ പകുതിയേ വരുള്ളൂ. അതൊക്കെ നിങ്ങൾക്ക് ചാർട്ട് നോക്കുമ്പോഴാണ് എക്സ്പീരിയൻസിലൂടെ മനസ്സിലാവുക. അതിനുശേഷം കൺഫർമേഷൻ ക്യാൻഡിൽ വന്നു, ശേഷം നമ്മുടെ ടാർഗറ്റിലേക്ക് പോയി. ഓക്കെ, ഇവിടെ നിങ്ങൾ, ഇവിടെ ഇപ്പൊ റെഡ് വരുന്നത് തന്നെ തുടങ്ങുന്നത് തന്നെ താഴെ. ആ സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 1 അവറിൽ പോയിക്കൊണ്ട് നമുക്ക് എക്സിറ്റ് ആവാം. എവിടെയാണ് 1 അവർ? ഇതാണ് 1 അവറിലാണ് നമ്മൾ സ്വിങ്ങിന് കൺഫേം ചെയ്യാം. മനസ്സിലാകുന്നുണ്ടല്ലോ? അങ്ങനെ ഓരോ കാര്യത്തിനും ഓരോന്ന് പഠിക്കാനുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻഫോസിസിന്റെ 1 അവറിൽ പോയിട്ട് സ്വിങ്ങിൽ എന്ത് ചെയ്യുന്നു? ഇപ്പൊ നിങ്ങൾ സ്വിങ്ങിന് മേടിച്ചു, 5-6 ദിവസം കഴിഞ്ഞാൽ സ്വിങ് സ്റ്റോക്കിൽ 5-6 എണ്ണം മേടിക്കുക, തുടക്കത്തിൽ പഠിക്കുക, 5-6 എണ്ണത്തിൽ പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ അന്ന് നിങ്ങൾക്ക് ഇതാ, ഇത് കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് ആ ക്യാൻഡിൽ. പ്രീമിയം ക്യാൻഡൽസ് ആണ് ഇവിടെ. 1 അവറിലും പ്രീമിയം ക്യാൻഡൽസ് ആ വരിക, 1 മിനിറ്റിലും പ്രീമിയം ക്യാൻഡൽസ് വരിക, 15 മിനിറ്റിലും പ്രീമിയം ക്യാൻഡൽസ് വരിക. ഇപ്പൊ നിങ്ങൾ 1 അവർ 50 മിനിറ്റ്സിന് താഴോട്ട് പോകാതിരിക്കുക തുടക്കത്തിൽ. ഓക്കെ, അപ്പൊ നിങ്ങൾ 1 അവറിൽ മേടിച്ചു, അപ്പൊ നിങ്ങൾക്ക് ഇവിടെ പ്രീമിയം ക്യാൻഡൽസ് വന്നു. ഇവിടെ എന്താണ്? ഇത് പ്രീമിയം ക്യാൻഡൽസ് ആണ്. അത് പല ടൈപ്പിൽ, സിംഗിൾ, ഡബിൾ ഒക്കെ വരും. അതിനെക്കുറിച്ച് നല്ല വ്യക്തമായ ടാർഗറ്റും ഉണ്ട്. കൺഫർമേഷൻ വന്നു. ഇവിടെ നിന്ന് എന്താ സംഭവിക്കുന്നത്? വലിയൊരു റെയ്ഡാണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഇവിടെയാണ് നിങ്ങളുടെ ടാർഗറ്റ്, ഇവിടെ എക്സിറ്റ് ആവാം. ഇവിടുന്ന് വീണ്ടും നമ്മൾ അവിടെ ടെക്നിക്കൽ റേഞ്ച് പാറ്റേൺസ് പഠിക്കുന്നുണ്ട്, സെൻട്രൽ ക്യാൻഡിൽ പഠിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, 3 ഏരിയ ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. അതെവിടെയാ വരിക? അതിപ്പോ നിങ്ങളുടെ ടൈം ഫ്രെയിം അനുസരിച്ചിട്ട് 1 അവറിൽ നമുക്ക് ഇതിനെ 3 ഏരിയ ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഇവിടെ ബോട്ടത്തിൽ വരക്കണം. പിന്നെ ഇതിന്റെ അകത്ത് ഞങ്ങൾ പറഞ്ഞു 5 എണ്ണം ഉണ്ടാവുന്നുള്ളു. അതിനെക്കുറിച്ച് കൺഫ്യൂഷൻ ആക്കണ്ട. അപ്പൊ ഇത് ആ ബേസ് ഓഫ്, അതായത് ബാക്ക് ബോൺ ഓഫ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ നമുക്ക് ഇവിടെ ടാർഗറ്റ് കിട്ടി. ഇവിടെ നമ്മൾ കൺഫർമേഷൻ, അതായത് ഇത് റേഞ്ച് മോഡൽ നമ്മൾ പഠിക്കും, റെസ്റ്റിംഗ് ക്യാൻഡിൽ പഠിക്കും. ഒരു ട്രെൻഡ് നമ്മൾ നടന്നു കഴിഞ്ഞാൽ കുറച്ച് ഇരുന്ന് വെള്ളം കുടിച്ചിട്ട് റെസ്റ്റ് എടുത്താൽ മുമ്പോട്ട് പോകും. അതുപോലെ സ്റ്റോക്കും അങ്ങനെ തന്നെയാണ്. നമ്മൾ ട്രെൻഡ് ആയി കഴിഞ്ഞാൽ റേഞ്ച് മോഡലിലേക്ക് വീണ്ടും കയറും. അപ്പൊ ഇത് നിങ്ങൾക്ക് പ്രീമിയം ക്യാൻഡൽസ് ആണ് ഇവിടെ ഉറപ്പിച്ചു തരുന്നത്. പ്രീമിയം ക്യാൻഡൽസ് കണ്ടു അല്ലെ? പ്രീമിയം ഡേ ടൈം ഫ്രെയിമിലാണ്. ഇവിടെ കൺഫർമേഷൻ ആക്കാൻ വരുന്നതാണ്. ഇവിടെ നിങ്ങൾ ഈ റെയ്ഡ് മൊത്തം പിടിച്ചു, ഇവിടെ നിങ്ങൾ കൺഫർമേഷൻ എടുക്കുക. കൺഫർമേഷൻ എടുത്തതിന് ശേഷം എക്സിറ്റ് ആവും. അപ്പൊ ഇവിടെ ഇവിടെയാണ് ബൈ ചെയ്യുക. ഓക്കെ, ഇവിടെ ബൈ ചെയ്തു, ഇവിടെ പ്രോഫിറ്റ് അല്ലെ? ഇത് എത്രയാണ് വരുന്നത്? ഏകദേശം 1300, 386, 400 കൂട്ടാം. ഇവിടെ എത്രയാണ് വരുന്നത്? 1534, 400, 500, 134 രൂപയുടെ പ്രോഫിറ്റ്. ഇതാണ് സഹോദര ട്രേഡ്. ഇത് നിങ്ങൾ 2 സ്റ്റോക്ക് ചെയ്യും. ഇത് ടെക്നിക്കൽ ആദ്യം പഠിക്കുക, അതൊരു മാസം പ്രാക്ടീസ് ചെയ്യുക, 2 സ്റ്റോക്ക് ചെയ്യുക. പ്രശ്നം നിങ്ങളുടെ അതോടുകൂടി കഴിഞ്ഞു. നിങ്ങൾ കാട് കയറി പുസ്തകം വായിച്ചിട്ട് അതാകില്ല, അവിടെ നിങ്ങളുടെ ഇരട്ടി സമയം പോവാണ്, ഇരട്ടി പൈസയാണ് പോകുന്നത്. പൈസ എങ്ങനെയാ പോകുന്നത്? നിങ്ങൾ പഠിക്കാൻ സേവ് ചെയ്താലും മാർക്കറ്റിൽ കൊണ്ടുപോയിട്ടാണ് നിങ്ങൾ പൈസ കളയുന്നത്, ഡയറക്ഷൻ അറിയാതെ. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇതാണ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ കാട് കയറേണ്ട ഒരു കാര്യമില്ല. ഓക്കെ, അപ്പോ മറ്റുള്ള ഒരുപാട് ലെങ്തി വീഡിയോയിൽ മറ്റുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ പഠിക്കുക. ഇനിയിപ്പോ അത് പൊട്ടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പുറം കയറുക, പ്രാക്ടീസ് ചെയ്യുക, പഠിക്കുക, ക്യാപിറ്റൽ അറേഞ്ച് ചെയ്യുക. അപ്പൊ പഠിച്ചതിന് ശേഷമാണ് നമ്മൾ ട്രേഡിങ്ങിലോട്ട് വേണം. അപ്പൊ പഠിക്കാൻ നമുക്ക് ലോൺ വരെ എടുക്കാം. നമ്മുടെ സുഹൃത്തുക്കൾ എന്ത് ചെയ്യുന്നത്? പല പൈസകളും, ആവശ്യത്തിന് വെച്ച പൈസകളും മാർക്കറ്റിലിട്ട് നശിപ്പിക്കുകയാണ്. ഒരിക്കലും അത് ചെയ്യരുത്. ഒന്നുകിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ ഇൻവെസ്റ്റ് മാത്രം ചെയ്യുക. ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പഠിച്ച് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ചെയ്യുക. അത് എവിടെ നിന്ന് വെച്ചാൽ ചെയ്യുക. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഒത്തിരി ലോങ് ആയിപ്പോയി. അപ്പൊ ഞാനിപ്പോ നമുക്ക് ട്രേഡ് ചെയ്യണമെങ്കിൽ തന്നെ
ഈ സ്ട്രക്ചറിലാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുക അല്ലെ. ഒരു മിനിറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, മുമ്പോട്ട് മുമ്പോട്ട് നമുക്ക് കാണാം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ്, സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ഹെഡ്ജ് ചെയ്യുന്നത്? ഇപ്പൊ സ്റ്റോക്സ് ആയിക്കോട്ടെ, സ്റ്റോക്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലോങ്ങിൽ മേടിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ഇപ്പൊ 10 ലക്ഷത്തിന് നിങ്ങൾ ഇൻഫോസിസ് മേടിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ 10 ലക്ഷത്തിന്റെ ഇൻഫോസിസിന്റെ പുട്ട് ബൈ ചെയ്യും. അപ്പൊ എന്തായി, ഹെഡ്ജ് ആയി അല്ലെ. അങ്ങനെ ചെയ്യാവുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ എസ് എൽ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ കുഴപ്പം എന്താ വെച്ചാൽ, നമുക്ക് ഇങ്ങനെ സ്റ്റോക്കുകൾ കയറി ഇറങ്ങിയേ പോകുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഈ ബേസ് ഫോമിന്റെ എലിയോട്ട് ന്യൂവേ തിയറിന്റെ കാര്യങ്ങൾ അറിയില്ല. അതിന് പ്രീമിയം ക്യാൻഡൽസ് പോലും അറിയില്ല. അതുകൊണ്ടാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് അടിക്കുന്നത്. മനസ്സിലായല്ലോ? പ്രീമിയം ക്യാൻഡൽസ് പഠിച്ചു കഴിഞ്ഞാൽ വ്യക്തമായ ടാർഗറ്റ് ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അതിനനുസരിച്ച് ടാർഗറ്റ് ഇട്ട് വെക്കാം. അതുപോലെ തന്നെ വേവ് തിയറിന്റെ ഈ ബേസ് ഫോർമിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ്, സാധാരണ ഇത് പഠിക്കാതെ ഫ്യൂച്ചർ ഓപ്ഷൻസ് ചെയ്യുന്ന സുഹൃത്തുക്കൾ, ഇത് ഒരു ലോട്ടിന് എത്ര, 15,000 രൂപ വേണം, 30,000 രൂപ വേണം അല്ലെ, ഒരു ലോട്ടിന്. അങ്ങനെ നിങ്ങൾ ഈ ടെക്നിക്കൽ ഒന്നും പഠിക്കാതെ ബേസിക് ഇൻഫർമേഷൻ പഠിച്ചുകൊണ്ട് ട്രേഡ് ചെയ്തിട്ട് അവിടെ 30,000 രൂപ സഹോദര ഒറ്റയടിക്ക് കളയുന്നു. 30,000 ലക്ഷങ്ങൾ പോയ ആളുകളുണ്ട് ഓപ്ഷനിൽ. പക്ഷെ പഠിക്കാൻ വരുന്നവൻ പറയുമ്പോൾ ടെക്നിക്കൽ പഠിക്കുമ്പോൾ അത് ഇമോഷന്റെ പ്രശ്നമാണെന്നാണ് പറയുന്നത്. തീർച്ചയായും നിങ്ങൾ യുക്തി കൊണ്ട് ചിന്തിക്കുക. നിങ്ങൾ ഈ 15,000 30,000 കൊടുത്ത് 45,000 കൊടുത്ത് കേരളത്തിൽ നിന്ന് തന്നെ പഠിച്ചാലും, പഠിച്ചു കഴിഞ്ഞ കാര്യം ചിലപ്പോൾ കണ്ടന്റ് എനിക്കറിയില്ല, നോർത്ത് ഇന്ത്യ പഠിച്ചാലും ആ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, പ്രാക്ടീസ് ചെയ്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് സക്സസ് ആവും. അപ്പൊ നിങ്ങൾക്ക് എന്താണ്, ഒരു ബിസിനസ് പഠിക്കുമ്പോൾ അതിൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. ഓപ്ഷൻ ബൈ ചെയ്യാൻ നമ്മൾ പൈസ കൊടുക്കുന്നുണ്ട്, സ്റ്റോക്സ് ബൈ ചെയ്യാൻ പൈസ കൊടുക്കുന്നുണ്ട് അല്ലെ, ബ്രോക്കർക്ക് പൈസ കൊടുക്കുന്നുണ്ട്, ടാക്സ് കൊടുക്കുന്നുണ്ട്. പിന്നെ പഠിപ്പിക്കാൻ മാത്രം നിങ്ങൾക്ക് എന്തിനാ ഈ പൈസന്റെ ഇമോഷൻ, ഒരിക്കലും അത് കൊണ്ടുനടക്കാതിരിക്കുക. സമയം ചെലവാക്കുക പ്രാക്ടീസ് ചെയ്യാനുള്ള. അത് പഠിച്ചു കഴിഞ്ഞാൽ ആ ടെൻഷൻ അവിടെ കഴിഞ്ഞ്, ഇത് ബിസിനസ്സാണ്, ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നരുടെ കൂടെയാണ് നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ ഇവിടെ ഇട്ട് വെക്കുന്ന 15,000 അല്ലെങ്കിൽ 1 ലക്ഷം രൂപയുടെ ഓപ്ഷന് ഇപ്പുറം 2 ലക്ഷം കോടി രൂപയുടെ ഓപ്ഷൻ വേറെ ഉണ്ടാവും. ഫ്യൂച്ചർ ആണെങ്കിൽ അങ്ങനെ, സ്റ്റോക്ക് ആണെങ്കിൽ അങ്ങനെ. അപ്പൊ ഇത് പഠിച്ചുകൊണ്ട് ഈ ബിസിനസിന്റെ വലിപ്പം മനസ്സിലാക്കിക്കൊണ്ട് മാത്രം ചെയ്യുക. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന സെൻസിബിൾ നമ്മൾ ഫ്യൂച്ചർ ഓപ്ഷനിൽ ഹെഡ്ജ് ചെയ്യുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാല്, ഇപ്പൊ ഓപ്ഷനിൽ ഞാനിപ്പോ സ്റ്റോപ്പ് ലോസ് വെച്ച് ഞാൻ ഇത് ഹിറ്റ് ആവും. കാരണം എന്താ, ക്യാൻഡൽസ് വന്ന് ഇടിച്ചിട്ട് പോകും. അല്ല, വേവ് തിയറിയിലാ പറയുന്നത്. ഇപ്പൊ ക്യാൻഡൽസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ടാർഗറ്റിന്റെ വേവ് തിയറിയിലാണെങ്കിൽ നമുക്ക് വലിയ ടാർഗറ്റാ. മാസ്റ്റേഴ്സിലാണെങ്കിൽ അതിലും വലിയ ടാർഗറ്റാ. മാസ്റ്റേഴ്സിലാണെങ്കിൽ വലിയ ടാർഗറ്റാ. മനസ്സിലാവുന്നത്? അതാണ് ടാറ്റ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ഞാൻ അങ്ങനെ തന്നാണ്, റെക്റ്റ് ഒക്കെ. വേവ് തിയറിയിലാണെങ്കിൽ വലിയ ടാർഗറ്റാ. മനസ്സിലാവുന്നോ? ക്യാൻഡൽസിലാണെങ്കിലോ നമുക്ക് ഒരു ഡേ ക്യാൻഡിൽ വരികയാണെങ്കിൽ, ഒരു 15 മിനിറ്റ്സ് ക്യാൻഡിൽ വരികയാണെങ്കിൽ, കൺഫർമേഷൻ ക്യാൻഡിൽ കഴിഞ്ഞിട്ട് 5 ക്യാൻഡിലാണ് നമ്മുടെ ടാർഗറ്റ് അല്ലെ. ഇതടക്കം തുടക്കത്തിൽ ഇത് നമ്മൾ തരുമ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. അത് തുടക്കത്തിൽ നമ്മൾ ഇവിടെ നമ്മൾ ബെയറിഷ് ക്യാൻഡിൽ, കൺഫർമേഷൻ ക്യാൻഡിൽ വന്ന് നമ്മൾ എക്സിറ്റ് ആവുന്നു അല്ലെ. അപ്പോ ഈ ഓപ്ഷനിലൊക്കെ നമുക്ക് നല്ല റൈഡ് കിട്ടുകയാണെങ്കിൽ, വേവ് തിയറിയിലൊക്കെ ഇതിങ്ങനെ വന്നുകൊണ്ടേ പോവുള്ളൂ അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഫ്യൂച്ചർ ആണ് ബൈ ചെയ്യുമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓപ്ഷൻ ബൈ ചെയ്തുകൊണ്ട് ഹെഡ്ജ് ചെയ്യും. അതുപോലെ തന്നെ ഫ്യൂച്ചർ സെല്ലാണ് ചെയ്തെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, കോൾ ഓപ്ഷൻ ബൈ ചെയ്തുകൊണ്ട് ഹെഡ്ജ് ചെയ്യും. അപ്പൊ ഹെഡ്ജ് ചെയ്യുന്നുള്ള പ്രശ്നം നമുക്ക്, അതാണ് പറയുന്നത്, എല്ലായിടത്തും അങ്ങനെ മണി മോശം കൊണ്ട് നടക്കരുത്. ഹെഡ്ജ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ 25,000 പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ 5,000, 30,000 പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ 5,000 കുറയും. 25 മതി, അത് സേഫ് അല്ലേ. അപ്പൊ 25 റെയ്ഡ് കംപ്ലീറ്റ് പിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഹെഡ്ജ് ചെയ്യണം. സ്റ്റോപ്പ് ലോസ് വെച്ച് കഴിഞ്ഞാൽ അത് ഹിറ്റ് ചെയ്തിട്ട് വീണ്ടും നമ്മുടെ ടാർഗറ്റിലേക്ക് പോകും. അതാണ് അതിന്റെ ഹെഡ്ജിങ്ങിന്റെ പ്രത്യേകത. അതിന്റെ ഡീറ്റെയിൽ ഒക്കെ മിക്സപ്പ് ആക്കണ്ട. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ, ലാസ്റ്റ് വീഡിയോ ഞാൻ സ്റ്റോപ്പ് ലോസിന്റെ കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. GTT വെച്ചാൽ പോരെ, ഹെഡ്ജ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന്. കാരണം ഹെഡ്ജിങ്ങിൽ ഒന്നാമത് ഫണ്ട് കുറഞ്ഞു കിട്ടും, രണ്ടാമത് സ്റ്റോപ്പ് ലോസ് അടിയില്ല. അതാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ മുമ്പോട്ടുള്ള എല്ലാം വളരെ സീരിയസ് ആയിട്ട് നമ്മൾ ട്രേഡ് ഹെഡ്ജ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇവിടെ വന്നിരിക്കുന്നത് എന്തിനാണ്, ഇത്ര പോലും നിങ്ങൾക്ക് ലൈവ് മാർക്കറ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. എല്ലാ കാര്യങ്ങളും നോട്ട് ചെയ്ത് പഠിക്കുക, ഒറ്റ ഡയറക്ഷനിൽ ഫോക്കസ് ചെയ്യുക. അനാവശ്യമായ നമ്മുടെ ചിന്തകൾ, നെഗറ്റീവ് ചിന്തകളാണ് നമ്മുടെ ഡയറക്ഷൻ മാറ്റിക്കുന്നത്. പുസ്തകം, മണി ഇമോഷൻ, ടൈം ഇമോഷൻ, പുസ്തകങ്ങൾ, ബേസിക് ഇൻഫർമേഷൻ, ഫണ്ടമെന്റൽ മിക്സ് ചെയ്തിട്ടുള്ള ട്രേഡിംഗ് എന്റെ പൊന്നു സുഹൃത്ത്, അതൊന്നും പാടില്ല. എല്ലാ ഓർഡർ ബേസ് പറഞ്ഞെന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോസായി അടുത്ത 7ാമത്തെ പാർട്ട് കാണാം. തീർച്ചയായിട്ടും കുറച്ചേ ഉണ്ടാവുള്ളൂ. അതിനുശേഷം നമ്മൾ വേവ് തിയറിന്റെ ഫോർമേഷൻ, അതിന്റെ കാര്യങ്ങൾ പറയും. അതിനുശേഷം നമ്മുടെ മിഡ് സ്വിംഗ് കോള്, എങ്ങനെ ട്രേഡ് എടുക്കണം, മിഡ് സ്വിംഗ് കോള് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ലൈവ് ട്രേഡ് ഉണ്ടാവും. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ വരുന്ന ഈ ട്രേഡ് ചെയ്യാൻ വരുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ വാട്സപ്പ് ലിങ്ക് ഉണ്ട്, അവിടെ വരിക. വന്നതിന് ശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പഠിക്കുക. പഠിച്ചതിന് ശേഷം നല്ല രീതിയിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ട്രേഡ് ചെയ്യുക. ഗ്രൂപ്പ് ഉണ്ട്, അതിൽ പ്രാക്ടീസ് ചെയ്യുക. അതിനുശേഷം നിങ്ങളെ ഫ്യൂച്ചർ ഓപ്ഷൻ ഹെഡ്ജ് കോളിലേക്ക് ആഡ് ചെയ്യും. അതിനുശേഷം നിങ്ങൾ സ്റ്റോക്സ്, ഇല്ല നിങ്ങൾ നിങ്ങളെ ജോലി ചെയ്യുക, നിങ്ങളെ ക്യാപിറ്റൽ എത്ര ഉണ്ട്, അതുകൊണ്ട് പ്രീമിയം സ്റ്റോക്കുകളാണ് മേടിക്കുന്നത്, നിന്നുകൊണ്ട് പേടിക്കാൻ. അതിന് ശേഷമാണ് FNO ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ മാത്രം ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. ബൈ ബൈ.